ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വരാന്ത റീസ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളൊരു മിഡീവൽ ഇന്ത്യയുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൽ നമ്മൾ ലാസ്റ്റ് 2 ക്ലാസ്സുകളായിട്ട് കംപ്ലീറ്റ് ചെയ്തത് ഡൽഹി സൽത്തനേറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു മിഡീവൽ ഇന്ത്യയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഡൽഹി സൽത്തനേറ്റും മുഗൾ എംപയറും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് സദേൺ കിങ്ഡംസും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡൽഹി സൽത്തനേറ്റ് ഭരിച്ച 5 ഡൈനാസ്റ്റികൾ നോക്കി. അപ്പോൾ അവസാനത്തെ ഡൈനാസ്റ്റി കഴിഞ്ഞ് ഈ മിഡീവൽ ഇന്ത്യയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് മുഗൾ എംപയർ ആണ്. അപ്പൊ മുഗൾ എംപയറിന്റെ കാലഘട്ടമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ലാസ്റ്റ് എവിടെ നിർത്തിയെന്ന് ഓർക്കുന്നുണ്ടോ? ലാസ്റ്റ് ഡൈനാസ്റ്റി ഏതായിരുന്നു? ലോധി ഡൈനാസ്റ്റി ആയിരുന്നു. ഡൽഹി സൽത്തനേറ്റ് ഭരിച്ച 5ാമത്തെ രാജവംശമായ ലോധി ഡൈനാസ്റ്റി. അപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ലോധി ഡൈനാസ്റ്റിയിലെ അവസാന രാജാവായ ഇബ്രാഹിം ലോധിയുമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. അപ്പൊ നോക്കാം നമുക്ക് എവിടെ നിർത്തിയെന്ന്. ഓക്കെ, അപ്പൊ ഇബ്രാഹിം ലോധിയുമായിട്ടുള്ള യുദ്ധം, അതാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടില് ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലായിരുന്നു. അതിൽ ബാബർ ജയിച്ചിട്ട് ബാബർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് എന്ത്? മുഗൾ എംപയർ എന്ന് പറയുന്നത്. അപ്പൊ മുഗൾ എംപയറിൽ ഒരുപാട് രാജാക്കന്മാരുണ്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു 6 രാജാക്കന്മാരാണ്. ആ 6 രാജാക്കന്മാരെ നമ്മൾ 2 ക്ലാസ്സുകളായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത് ആദ്യത്തെ 3 രാജാക്കന്മാരെയാണ്. അപ്പൊ ആദ്യം വരുന്ന ആരാണ്? ബാബറാണ്. ഈ എംപയറെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബാബർ, അദ്ദേഹത്തിന്റെ മകനായ ഹുമയൂന്, അക്ബർ. ഈ 3 പേരുടെ കാര്യമായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കുന്നത്. തൊട്ടടുത്ത സെഷനിൽ നമുക്ക് വരുന്നത് ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഔറംഗസേബിന് ശേഷം ഔറംഗസേബിന്റെ പോളിസീസും പല കാരണങ്ങളുമായിട്ട് മുഗൾ എംപയർ എന്താണ് പിന്നീടുള്ള വീക്ക് റൂളേഴ്സ് കാരണം വീക്കൻ ആകുകയാണ്. അപ്പൊ ഔറംഗസേബിന് ശേഷം എന്താണ് വീക്ക് റൂളേഴ്സ് ആയതുകൊണ്ട് മുഗൾ എംപയർ സ്പെസിഫിക്കലി നമുക്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഈവൻസ് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ടൈം ലൈനിൽ വരുമ്പോൾ മാത്രം ഏതാണ് രാജാവെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കുള്ളത് ഈ 6 രാജാക്കന്മാരാണ്. ഓക്കെ, കഴിഞ്ഞത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയത്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് അല്ലേ? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് വരുന്നത് 1526-ലാണ്. 1526 ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലാണ്. അപ്പൊ ബാബർ എവിടെ നിന്നാണ് വന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ബാബർ കാബൂളിൽ നിന്നാണ് വന്ന് ആരെ അറ്റാക്ക് ചെയ്യുന്നത്? ഇബ്രാഹിം ലോധിയെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് കാരണം എന്തായിരുന്നു? ഇബ്രാഹിം ലോധിയും അദ്ദേഹത്തിന്റെ നോബിൾസും തമ്മിൽ അത്ര നല്ല റിലേഷൻസ് ആയിരുന്നില്ല. ഇബ്രാഹിം ലോധിയെ നോബിൾസിനൊന്നും ഇഷ്ടമല്ലായിരുന്നു. കാരണം അദ്ദേഹം എന്താണ് അവരെ പൊതുസ്ഥലത്ത് വെച്ച് അപമാനിക്കുകയും അവർക്ക് എന്താണ് വേറെ പവേഴ്സും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്ന ഗവർണേഴ്സ് എല്ലാം കൂടാണ് ബാബറിനെ, മെയിനായിട്ട് പഞ്ചാബിലെ ഗവർണറായ ദൗലത് ഖാൻ ലോധിയോടെ ചേർന്നിട്ടാണ് കാബൂളിൽ നിന്ന് ബാബറിനെ ക്ഷണിക്കുകയാണ് ഇന്ത്യ ഇൻവേഡ് ചെയ്തിട്ട് ഇബ്രാഹിം ലോധിയുമായിട്ട് യുദ്ധം ചെയ്യാൻ. അപ്പൊ അവർ വിചാരിച്ച ബാബർ വന്ന് യുദ്ധം ചെയ്തു, ഇവരെ സഹായിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകുമെന്ന്. അപ്പൊ ഇവര് നേരെ വിളിച്ചപ്പോ ബാബർ വരാനുള്ള കാരണം എന്താ? അപ്പൊ ബാബറിന്റെ ഹിസ്റ്ററി എന്താണ്? ബാബറിന് ഇതിനു മുമ്പ് ബാബർ എന്താണ് ചെയ്തത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബാബർ ഈ രാജഭരണത്തിലേക്ക് ബാബറിനെ നോക്കുകയാണെങ്കിൽ ഇവരൊരു ടർക്കിഷ് മംഗോളിയൻ ലീനിയേജ് ഉള്ള ഒരാളാണ് ബാബർ എന്ന് പറയുന്നത്. അപ്പൊ ബാബർ അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് സ്ഥാനത്തിലേക്ക് എത്തുന്നത് 12ാമത്തെ വയസ്സാണ്. ചിലടത്ത് 11 അല്ലെങ്കിൽ 12ാമത്തെ വയസ്സിലാണ്. 12ാമത്തെ വയസ്സിൽ എവിടുത്തെ രാജാവായിട്ട്? ഫെർഗാന എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാനിലെ ഒരു സ്ഥലത്തെ രാജാവ്. ഉസ്ബെക്കിസ്ഥാനിലാണ് ആര് ജനിക്കുന്നത്? ബാബർ ജനിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനില് ഫെർഗാന എന്ന് പറയുന്ന പ്രൊവിൻസ് ഭരിച്ചുകൊണ്ടിരുന്ന ആളാണ് ബാബറിന്റെ അച്ഛൻ. അപ്രതീക്ഷിതമായിട്ടുള്ള അച്ഛന്റെ മരണം കാരണം 12ാമത്തെ വയസ്സിൽ ബാബർ എന്ത് ചെയ്തു? ഫെർഗാനയിലെ രാജാവായി. അപ്പൊ അദ്ദേഹം 12 വയസ്സെന്ന് പറയുമ്പോൾ ചെറിയ പ്രായമാണല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സിന്റെ സൈഡിൽ നിന്നും സിബ്ലിങ്സിന്റെ സൈഡിൽ നിന്നും ഒരുപാട് സിവിൽ വാർ ഒക്കെ ഫോട്ട് ചെയ്തിട്ടാണ് ആ ഒരു പൊസിഷൻ കിട്ടിയത്. അപ്പൊ 12ാമത്തെ വയസ്സിൽ അപ്പൊ ഉസ്ബെക്കിസ്ഥാനുള്ള ബാബർ എങ്ങനെ കാബൂളിൽ നിന്ന് വന്നു? എങ്ങനെയാണ് ബാബർ കാബൂളിലേക്ക് എത്തിയത്? നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ 12 വയസ്സിൽ ഈ ഒരു പദവിയിലേക്ക് എത്തിയ ബാബറിന് മെയിനായിട്ടുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ കുറെ സ്ഥലങ്ങൾ, കാരണം തിമൂരിന്റെ ഒക്കെ ഡൈനാസ്റ്റിയിൽ വരുന്ന ആളാ. അപ്പൊ കുറെ സ്ഥലങ്ങൾ കൈക്കലാക്കണമെന്നുണ്ട്. അപ്പൊ തൈമൂറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മെയിൻ ഒരു സ്ഥലമായിരുന്നു സമർഖണ്ഡ്. ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ വരുന്ന സമർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഈ സമർഖണ്ഡ് കൈക്കലാക്കണമെന്ന് ആർക്കും ആഗ്രഹമുണ്ട്? ബാബറിനും ആഗ്രഹമുണ്ട്. അപ്പൊ ബാബർ കുറച്ച്
കുറച്ച് കാലം കഴിയുമ്പോൾ എന്താണ് ഈ സമർഖണ്ഡ് അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ ഫർഗാനയുടെ അദ്ദേഹം എന്താണ് അവിടുത്തെ റൂളറാണ്. അപ്പോൾ ഈ സമർഖണ്ഡ് ഉസ്ബെക്കിസ്ഥാനിൽ വരുന്ന ഒരു സിറ്റിയാണ്. ഇത് ഓൾറെഡി തൈമൂറിന്റെ അണ്ടറിലായിരുന്നു, ഇപ്പം അല്ല. അതായത് ആ ഒരു ഡൈനാസ്റ്റിയുടെ അണ്ടറിലല്ല. അതുകൊണ്ട് അത് കൈക്കലാക്കാൻ വേണ്ടി ബാബർ എന്താണ് സമർഖണ്ഡ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാബർ ഒരു പോയിന്റിൽ 3 തവണ അറ്റാക്ക് ചെയ്യും. ഒരു പോയിന്റ് എന്താണ് സമർഖണ്ഡ് ബാബർ സ്വന്തമാക്കും. പക്ഷെ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ സമർഖണ്ഡ് സ്വന്തമാക്കുമ്പോഴത്തേന് ബാബറിന്റെ ഫെർഗാന എന്ന് പറയുന്ന സ്ഥലത്ത് വേറെ ആൾക്കാർ അറ്റാക്ക് ചെയ്ത് ഫെർഗാന നഷ്ടപ്പെടും. അവസാനം ബാബറിന് സമർഖണ്ഡും കയ്യിൽ നിന്ന് പോകും, ഫെർഗാനയും കയ്യിൽ പോകും. രണ്ട് സ്ഥലവും കയ്യിൽ നിന്ന് പോയിട്ട് ബാബറും കുറച്ച് പട്ടാളക്കാരും മാത്രമായിട്ട് മാറും. അതായത് ബാബറിന് ഭരിക്കാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ ബാബർ എന്ത് ചെയ്യും? ഇനിയും ഭരിക്കാൻ സ്ഥലമില്ല. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു എന്താണ് സ്ഥലം കോൺകർ ചെയ്ത് ഭരിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ബാബറിന് കോൺകർ ചെയ്യാൻ എളുപ്പം ഉസ്ബെക്കിസ്ഥാന്റെ സൗത്തിൽ വരുന്ന അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങനെയാണ് ബാബർ ഏത് സ്ഥലം കോൺകർ ചെയ്ത് കയ്യിലടക്കുന്നത്? കാബൂൾ. അങ്ങനെയാണ് ഉസ്ബെക്കിസ്ഥാനിലുള്ള ബാബർ എവിടെ എത്തുന്നത്? കാബൂളിലെത്തുന്നത്. ഇനി കാബൂളിലുള്ള ബാബർ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്? കാബൂളിൽ എന്താണ് ബാബർ ആ ഒരു ഏരിയ കോൺകർ ചെയ്ത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും ബാബറിന് എന്താണ് ആഗ്രഹം? കാബൂളിൽ മാത്രം ഒതുങ്ങിപ്പോവാനുള്ള ഒരാളല്ല ബാബർ. അദ്ദേഹത്തിന്റെ എന്താണ് ഡൈനാസ്റ്റി, അദ്ദേഹത്തിന്റെ ശക്തി ഇനിയും കൂടുതൽ എക്സ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ ബാബറിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആളായിരുന്നു. അതായത് യുദ്ധങ്ങൾ ചെയ്യുക, യുദ്ധങ്ങൾ ജയിക്കുക, അതുപോലെ കൂടുതൽ സ്ഥലങ്ങൾ തൻ്റെ അധീനതയിൽ വരുത്തുക, ഇതൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ബാബർ. അപ്പൊ അത്രയും മിലിറ്ററി വൈസ് നോക്കുകയാണെങ്കിൽ കറക്റ്റ് പ്ലാനിങ് ചെയ്ത് കറക്റ്റ് ലീഡ് ചെയ്യാൻ അറിയാവുന്ന നല്ലൊരു ലീഡർ കൂടെയാണ് ബാബർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇതൊക്കെ ലോസ്റ്റ് ചെയ്തിട്ടും കാബൂൾ കോൺകർ ചെയ്ത് നിന്നത്. അപ്പൊ ബാബറിന് ഓൾറെഡി എന്താണ് ഇന്ത്യയുടെ മേലുള്ളൊരു കണ്ണുണ്ട്. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഇതിനു മുമ്പ് നോക്കിയപ്പോൾ അറബ് ഇൻവേഷൻസ് ആണെങ്കിലും ടർക്കിഷ് ഇൻവേഷന് എന്തുകൊണ്ടാണ് ഇവർക്കെല്ലാം ഇന്ത്യയുടെ മേലുള്ളൊരു കണ്ണുള്ളത്? അത്രയും റിച്ച് ആണല്ലേ, അത്രയും ട്രഷറി ഒക്കെ ഉള്ള അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യം. അപ്പൊ ആ ഒരു രാജ്യം കൈക്കലാക്കണമെന്ന് ആർക്കായാലും ആഗ്രഹമുണ്ട്. അപ്പൊ കാബൂൾ കോൺകർ ചെയ്ത് കഴിഞ്ഞ് ബാബർ ഇങ്ങനെ നോക്കുമ്പോൾ അടുത്തുള്ള സ്ഥലങ്ങൾ നോക്കുമ്പോൾ ബാബറിന്റെ മനസ്സിൽ ഏത് രാജ്യവും ഉണ്ട്, ഇന്ത്യയും ഉണ്ട്. ഇന്ത്യയിലെ എപ്പോഴേലും എന്താണ് ഇന്ത്യയും കോൺകർ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ആശിച്ചിരിക്കുമ്പോഴാണ് ബാബറിനെ ആര് ഇൻവൈറ്റ് ചെയ്യുന്നത്? ദൗലത് ഖാൻ ലോധിയും ബാക്കി ഗവർണേഴ്സും. ഇന്ത്യക്കാർ തന്നെ ഇൻവൈറ്റ് ചെയ്യണല്ലേ, ഇന്ത്യയിലുള്ള പ്രൊവിൻസിലെ ഗവർണേഴ്സ് തന്നെ ബാബറിനോട് പറയാണ് ഇവിടെ വന്ന് ഇൻവൈറ്റ് ചെയ്തിട്ട് ആരുമായിട്ട് യുദ്ധം ചെയ്യണം? ഇബ്രാഹിം ലോധിയായിട്ട് യുദ്ധം ചെയ്യണം. അപ്പൊ ബാബർ നോക്കുമ്പോൾ എന്താണ് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്ന പോലെ എന്താണ് ഓൾറെഡി എന്തായാലും മനസ്സിൽ ആഗ്രഹമുണ്ട് ഇന്ത്യയിലേക്ക് വരണമെന്ന്. ഇവരുടെ ക്ഷണവും കൂടെ ആയപ്പോൾ ബാബർ അങ്ങ് ഉറപ്പിച്ചു. അങ്ങനെയാണ് ബാബർ എന്തിലേക്ക് വരുന്നത്? ഇബ്രാഹിം ലോധിയുമായിട്ട് ആദ്യത്തെ ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്താണ് ഫോർട്ട് ചെയ്യുന്നതും. അതിൽ ആരാണ് നമുക്കറിയാം? ബാബറാണ് ജയിക്കുന്നത്. അപ്പൊ ബാബർ ജയിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള ഈ ക്ഷണിച്ച ആൾക്കാർ വിചാരിക്കും ബാബർ തിരിച്ചു പോകും, വന്ന കാര്യം കഴിഞ്ഞല്ലോ തിരിച്ചു പോകും. പക്ഷെ ബാബർ എന്താണ് തിരിച്ചു പോയില്ല. ബാബർ ഇവിടെ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? മുഗൾ എംപയർ. അപ്പൊ ബാബറിനൊരു മംഗോൾ ലീനിയേജ് ഉള്ളതുകൊണ്ട് ഈ മംഗോൾ എന്ന വാക്കിൽ നിന്നാണ് മുഗൾ വന്നതെന്നും കഥകളുണ്ട്. അപ്പൊ ബാബർ എന്താണ് ഈ മുഗൾ എംപയർ എക്സ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ ഇനി ബാബറിന്റെ നേതൃത്വത്തിൽ ബാബർ മുഗൾ എംപയർ എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടാകെ 4 വർഷമേ ഭരിക്കുന്നുള്ളൂ. ആക്ച്വലി ബാബർ ഭരിക്കുന്നത് 1526 മുതൽ 1530 വരെ. അപ്പൊ ഈ 4 വർഷം ഇതേ എന്താണ് യുദ്ധങ്ങളാണ് ചെയ്തത്. ഒരു 4 ഇമ്പോർട്ടന്റ് യുദ്ധങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു റൂളിംഗ് പീരീഡിൽ വലിയ ഗ്രേറ്റ് ഇന്നോവേഷൻസ് എന്ന് നോക്കിയാൽ ഈ 4 വർഷത്തിൽ ഒരാൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? യുദ്ധങ്ങളാണ്. അവസാനത്തെ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചെന്താണ് ആഗ്രയിൽ നിന്ന് ലാഹോറിലേക്ക് വരുന്ന വഴി എന്താണ് ബാബർ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അതിന്റെ പിന്നിലും പല കഥകളുണ്ട്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊന്നും ആവശ്യമില്ല. അങ്ങനെ 4 വർഷമാണ് ഇന്ത്യ എന്താണ് ബാബർ ഭരിച്ചിരുന്നത്. അപ്പൊ ബാബറിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ ഹുമയൂൺ ആണ് വരുന്നത്. ഹുമയൂണിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ അക്ബർ. അപ്പൊ നമ്മൾ ഓരോ രാജാക്കന്മാരുടെയും സ്വഭാവം നോക്കിയാണ് നമുക്ക് എന്താണ് ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ബാബറിനെ ഞാൻ പറഞ്ഞു, ബാബറിന്റെ ഒരു സ്വഭാവത്തിന് വെച്ചാൽ കൂടുതൽ ഏരിയ കോൺകർ ചെയ്യണം. അങ്ങനെ ഏരിയ കോൺകർ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾ എന്ത് ചെയ്യും? യുദ്ധങ്ങൾ ചെയ്യും. ഇപ്പൊ ബാബറിന് 4 വർഷം ഉണ്ടെങ്കിൽ 4 യുദ്ധങ്ങളുണ്ട് ആ 4 വർഷം. ഹുമയൂണ് തൊട്ടടുത്ത മകനായ ഹുമയൂൺ വരുമ്പോൾ ഹുമയൂൺ അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. അതായത് യുദ്ധങ്ങളോട് അത്രയും താല്പര്യമില്ല. കുറച്ചുകൂടെ എന്താണ് ലൈബ്രറി വായിക്കുക അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമാണ്. അപ്പൊ യുദ്ധങ്ങൾ ഫോഴ്സ്ഡ് ആയിട്ടുള്ള യുദ്ധങ്ങൾ മാത്രമേ ഹുമയൂൺ ചെയ്തിട്ടുള്ളൂ. ബാബറിനെ പോലെ സ്വയമേ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത യുദ്ധങ്ങൾ കുറവാണ്. അപ്പൊ ഹുമയൂണിന്റെ കാലഘട്ടത്തിൽ ആ ഒരു രീതിയാണ്. അക്ബറിന്റെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം മുഗൾ രാജ്യത്തെ ഏറ്റവും സമ്പന്നമാക്കിയ രാജാവാണ് അക്ബർ എന്ന് പറയുന്നത്. അപ്പൊ അക്ബറിന്റെ പോളിസി എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പോളിസികളാണ്. അതിപ്പോ ഹിന്ദുക്കളെ ആണെങ്കിലും മുസ്ലിങ്ങളെ ആണെങ്കിലും ഒരു വേറെ വ്യത്യാസം ഇല്ലാതെ ഒരുപോലെ കൊണ്ടുപോയ ഒരു മുഗൾ രാജാവാണ് അക്ബർ. അപ്പൊ ഓരോ ആൾക്കാരുടെയും സ്വഭാവം ബേസ് ചെയ്തിരിക്കും ആ ഒരു കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും.
ഓക്കെ, അപ്പൊ നമുക്കിനി ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ബാബറിനെ പറ്റി എന്താണ്, അപ്പൊ ചിലപ്പോൾ ചോദിക്കാറുണ്ട് 12ാമത്തെ വയസ്സിൽ ബാബർ ഏത് പ്രൊവിൻസിലായിരുന്നു? ഉസ്ബെക്കിസ്ഥാനിലെ ഫെർഗാന എന്ന് പറയുന്ന പ്രൊവിൻസിലായിരുന്നു. ബാബറിന് ഏത് സ്ഥലം കൈയടക്കണമെന്നായിരുന്നു ആഗ്രഹം? സമർക്കണ്ട്, ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കണ്ട്. പക്ഷെ അത് കൈയടക്കിയപ്പോഴത്തേന് ഫെർഗാന പോയി, പിന്നീട് സമർക്കണ്ടും ബാബറിന്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ നടന്ന ബാബർ ഏത് റീജിയൻ കോൺക്വർ ചെയ്യുന്നു? കാബൂൾ കോൺക്വർ ചെയ്ത് ഇനി എവിടെ കോൺക്വർ ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യക്കാർ തന്നെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ബാബർ എവിടെയാണ്? ഇന്ത്യയിലേക്ക് വരുന്നു. അങ്ങനെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ജയിച്ച ബാബർ ഇന്ത്യയിൽ തന്നെ നിന്ന് മുഗൾ എംപയർ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, ആ പോയിന്റുകളാണ്. അപ്പൊ വരുന്ന വർഷം ഏതാണ്? 1526 ഏകദേശം 3 സെഞ്ചുറീസ് ആണ് ബാബർ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു മുഗൾ എംപയർ മൊത്തത്തിൽ ഭരിക്കുന്നത്. അവസാനം നമ്മൾ പറഞ്ഞ പോലെ ഔറംഗസേബിന് ശേഷം, അതായത് 1707 ഔറംഗസേബിന്റെ മരണശേഷം ഈ ഒരു 1857 റിവോൾട്ടോടെ 1857 ആരാണ്? ബഹദൂർ ഷാ സഫർ ആണ് മുഗൾ രാജാവ്. അദ്ദേഹമാണ് ഹെഡായിട്ട് നിന്നത്. പക്ഷെ അദ്ദേഹം വേണ്ട രീതിയിൽ അത്രയും കോർഡിനേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകളും പ്രായാധിക്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതോടെ മുഗൾ ഡൈനാസ്റ്റി കംപ്ലീറ്റ്ലി നശിക്കുകയാണ്. ആക്ച്വലി 1857 വരെ പോകണ്ട, 1707 തൊട്ട് തന്നെ മുഗൾ എംപയർ പെർഷ്യയിൽ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ബാബറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ടർക്കിഷ് മംഗോൾ റൂൾസ് ആണ് നമുക്ക്, അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ടർക്കിഷും ആണ് മംഗോളും ആണ്, അതിൻ്റെ ഒരു മിക്സ് ആണ് ബാബർ. അതായത് ബാബറിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തൈമൂറിന്റെ ആൾക്കാരാണ്. തൈമൂറിന്റെ ആൾക്കാരും അമ്മയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ചെങ്കിസ് ഖാന്റെ ആൾക്കാരുമാണ്. അപ്പൊ ചെങ്കിസ് ഖാനും തൈമൂറും ഏകദേശം ഒരേ ഫാമിലി ഒരു കോമൺ അൻസെസ്റ്റർ പണ്ടുണ്ടായിരുന്ന ആൾക്കാരാണ്, ഡിഫറെന്റ് ലീനേജിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ ബാബറിനെ സംബന്ധിച്ച് രണ്ട് സൈഡിൽ നിന്നും, അമ്മയുടെ സൈഡിൽ നിന്നാണെങ്കിലും അച്ഛന്റെ സൈഡിൽ നിന്നാണെങ്കിലും സ്ട്രോങ് ലീനേജ്, അതായത് നല്ല യുദ്ധം ചെയ്ത് ശീലമുള്ള ഒരു മംഗോൾ ലീനേജ് അല്ലെങ്കിൽ ഒരു ടർക്കിഷ് ലീനേജ് ഉള്ള ഒരാളാണ് ആര്? ബാബർ. അതായത് ബാബറിന്റെ രക്തത്തിൽ തന്നെ ആ യുദ്ധം ചെയ്യാനുള്ള ലീനേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ബാബർ ഞാൻ പറഞ്ഞു 1526 മുതൽ 1530 വരെ ഇന്ത്യയിൽ 4 മെയിൻ യുദ്ധങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ആ യുദ്ധങ്ങളാണ് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളത്. അതിൽ ആദ്യത്തെ നമ്മൾ പഠിച്ചാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അതിൽ ആര് ജയിക്കുന്നു? ബാബർ ജയിക്കുന്നു. രണ്ടാമത്തെ യുദ്ധം ബാബറും രാജ്പൂത്സും തമ്മിലാണ്. അതാണ് ബാറ്റിൽ ഓഫ് കൻവ. 1527 ബാറ്റിൽ ഓഫ് കൻവ. അപ്പൊ അത് നടക്കുന്നത് ബാബറും റാണാ സംഘയും തമ്മിലാണ്. റാണാ സംഘം നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പൊ ഇബ്രാഹിം ലോധി ആയിട്ടുള്ള ഈ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നോക്കുകയാണെങ്കിലും ബാബർ ഇന്ത്യയിലേക്ക് വരുന്നത് വെറും 15,000 സൈനികരുമായിട്ടാണ്. ഇവിടെ ഇബ്രാഹിം ലോധി നമ്മളിപ്പോൾ സ്വന്തം രാജ്യത്തെ രാജാവുമ്പോൾ ഇബ്രാഹിം ലോധിക്ക് ഏകദേശം 100,000 മേള് സൈനികരും ഉണ്ട്, അത്രത്തോളം ആനകളുണ്ട്, പടയാളികളുണ്ട്. 100,000 മേൽ പടയാളികൾ ഉണ്ടായിട്ടും ഇബ്രാഹിം ലോധി ആര് തോൽപ്പിച്ചു? വെറും 15,000 പടയാളികൾ മാത്രമുള്ള ബാബർ തോൽപ്പിച്ചു. എങ്ങനെയായിരിക്കും അത് നടന്നത്? അപ്പൊ ബാബറിന്റെ അവരുടെ ഒരു ലീനിയേജ് അല്ലെങ്കിൽ അവരുടെ ഒരു മേൽക്കൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇവർക്ക് ബാബറിന് ഇവർ ഗൺസ് ഷോട്ട് ചെയ്യായിരുന്നു. അതായത് തോക്കുകളുണ്ട്, ഗൺ പൗഡേഴ്സ് ഉണ്ട്, അതല്ലാതെ പീരങ്കികൾ ഉണ്ടായിരുന്നു. അപ്പൊ പീരങ്കികളുടെ ഒരു അഡ്വാൻറ്റേജ് ബാബറിന് കിട്ടിയത്, അതായത് ഈ എല്ലാ യുദ്ധങ്ങളിലും ബാബർ ഉപയോഗിച്ച ഒരു ടെക്നിക്കാണ്. അതായത് ഈ 4 വർഷം ഫോർട്ട് ചെയ്ത മിക്ക യുദ്ധങ്ങളിലും ബാബർ ഉപയോഗിച്ച ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇന്ത്യൻ സൈന്യങ്ങളിൽ അന്ന് ഈ കാലാൽ പടയാളികളോടൊപ്പം ആരും ആനകളാണുള്ളത്. അതായത് ആനകളുടെ മണ്ടയ്ക്കായിരിക്കും ചിലപ്പോൾ രാജാവ് വരുന്നത്, അല്ലെങ്കിൽ പടയാളികൾ, എല്ലാത്തിലും ആനകളുണ്ട്. അപ്പൊ ഈ ആനകൾക്ക് അത്ര പരിചിതമുള്ള ഒരു ശബ്ദമല്ല പീരങ്കികളുടെ ശബ്ദം. അപ്പൊ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടില് ഈ 100,000 മേലുള്ള പടയാളികളെ ബാബർ എങ്ങനെയാണ് നേരിട്ടത്? ഈ പീരങ്കികളുടെ ശബ്ദം അല്ലെങ്കിൽ തോക്കുകളുടെ ശബ്ദങ്ങൾ കേട്ട് ഈ ആനകൾ വരുണ്ടോടി. അതായത് ആനകൾ വരുണ്ടോടി. ഇപ്പൊ ആനകൾ വരുണ്ടോടുന്നപ്പോ ആരുടെ മേളിൽ കൂടെയൊക്കെയാണ് ഈ സൈനികരെ ചവിട്ടിയൊക്കെയാണ് ആനകൾ വരുണ്ടോടിയത്. അങ്ങനെ ഒരുപാട് സൈനികർ മരിക്കുകയും ആ ഒരു അപ്പർ ഹാൻഡ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? ബാബറിന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സ്ട്രാറ്റജി, ആ ഗൺ പൗഡറിന്റെ ആണെങ്കിലും ആ കനോൺസിന്റെ ആണെങ്കിലും പീരങ്കികളുടെ ആണെങ്കിലും സ്ട്രാറ്റജി അക്ബർ പിന്നീട് വന്ന എല്ലാ യുദ്ധങ്ങളിലും ചെയ്തിട്ടുണ്ട്. ചിലതിൽ പറയുന്നത് പാനിപ്പട്ട് യുദ്ധത്തെക്കാൾ വലിയൊരു യുദ്ധമായിരുന്നു റാണാ സംഘയുമായിട്ടുള്ള ബാറ്റിൽ ഓഫ് കൻവ എന്ന് പറയുന്നത്. അവിടെയും അദ്ദേഹം ഈ തോക്കിന്റെയും ആർട്ടിലറി, അദ്ദേഹത്തിന്റെ പീരങ്കിയുടെയും അതിൻ്റെയൊക്കെ മികവോടാണ് ഈ ഒരു യുദ്ധം ആരാണ് ജയിക്കുന്നത്? ബാബർ ആണ് ജയിക്കുന്നത്. അതായത് ബാബർ ഫോർട്ട് ചെയ്ത എല്ലാ യുദ്ധങ്ങളും ഇന്ത്യയിൽ ജയിക്കുന്ന ആര് തന്നെയാണ്? ബാബറാണ്. ഓക്കെ, ഈ ഒരു യുദ്ധത്തിന് ശേഷമാണ് ബാബർ ഖാസി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ സ്വയമേ, അതായത് ബാറ്റിൽ ഓഫ് കൻവ
അദ്ദേഹത്തിന് അറിയാം ഇപ്പൊ നമ്മൾ എന്താണ് ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് വന്ന് ഒരു യുദ്ധം ചെയ്തു, ആ ഒരു സ്ഥലം നമ്മുടെ അടിയിലായി. പിന്നെ അത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ, ഓൾറെഡി തൊട്ടടുത്തുള്ള എന്താണ് നൈബേഴ്സ് ഒക്കെ ഈ വരുന്ന ആൾക്കെതിരെ ആയിരിക്കും. അതോടൊപ്പം നമുക്കും ആഗ്രഹമുണ്ട് അതിന്റെ തൊട്ടടുത്ത സ്ഥലങ്ങളൊക്കെ നമ്മുടെ കൈക്കലാക്കണമെന്ന്. അപ്പൊ എന്തായാലും യുദ്ധങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ചന്ദേരി 1528 വരുന്നത്. ഇത് നടക്കുന്നത് മേദിനി റായ്, ചന്ദേരിയിലെ മേദിനി റായ് മാൽവ റീജിയനിൽ വരുന്നതാണ്. ചന്ദേരിയിലെ മേദിനി റായ് എന്ന് പറയുന്ന രാജാവുമായിട്ടാണ്. അതിലും ആരാണ് ജയിക്കുന്നത്? ബാബറാണ് ജയിക്കുന്നത്. ഇനി ഒരു യുദ്ധം കൂടെ ഉണ്ട്. അപ്പൊ ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 1526, തൊട്ടടുത്ത വർഷം ബാറ്റിൽ ഓഫ് കൻവ 1527, തൊട്ടടുത്ത വർഷം ബാറ്റിൽ ഓഫ് ചന്ദേരി 1528 ആണ്. തൊട്ടടുത്ത വർഷം വരുന്നത് ബാറ്റിൽ ഓഫ് ഖാഗ്രയാണ് 1529. ഖാഗ്ര നദിയുടെ തീരത്ത് വെച്ച് ബാബർ എന്താണ് അഫ്ഗാൻ ഫോഴ്സസിനെ നേരിട്ടാണ് ബാബറിന്റെ അവസാനത്തെ യുദ്ധം എന്ന് കരുതപ്പെടുന്നത്. ഇവിടുന്ന് ആ ഒരു ആഗ്ര റീജിയണിൽ നിന്ന് തിരിച്ചെന്താണ് ലാഹോറിലേക്ക് പോകുന്ന വഴിയാണ് ബാബർ മരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് 1529 യുദ്ധം. 1530 അദ്ദേഹം എന്താണ് ഈ ഒരു യാത്രക്കിടയിൽ മരിക്കുന്നത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ബാബറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 4 വർഷം ഭരിച്ചിട്ടുണ്ടെങ്കിലും 4 യുദ്ധങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 യുദ്ധങ്ങൾ. അപ്പൊ യുദ്ധങ്ങൾ ചെയ്ത് ഈ സ്ഥലങ്ങളൊക്കെ ആരുടെ അണ്ടറിലാണ്? ബാബറിന്റെ അണ്ടറിലാക്കി. ഇത്രയും ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഇത്രയും യുദ്ധങ്ങൾ ചെയ്ത് ഇത്രയും സ്ഥലങ്ങൾ ആര് ഇവിടെ കോൺക്വർ ചെയ്തു? ബാബർ കോൺക്വർ ചെയ്തു. അപ്പൊ ബാബർ ആസ് എ പേഴ്സൺ നോക്കുകയാണെങ്കിൽ എന്താണ് അത്രയും എമിനന്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി സ്ട്രെങ്ത് എക്സിബിറ്റ് ചെയ്യുന്ന ഒരാളാണല്ലേ. അത്രയും ഒരു വലിയൊരു പടയാളികളെയൊക്കെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ആര്? ബാബർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ആർക്കിടെക്ചേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ ഇദ്ദേഹത്തിന് എന്താണ് ഈ പൂന്തോട്ടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇദ്ദേഹത്തിന് എവിടെ ആണെങ്കിലും അദ്ദേഹം ഭരിക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹം പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കും. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പൂന്തോട്ടം ഉള്ളത് കാബൂളിലാണ്. കാബൂളിൽ. അപ്പൊ ഇന്ത്യയിലേക്ക് വരുമ്പം ഇദ്ദേഹത്തിനെ അതിശയിപ്പിച്ചതും ഇന്ത്യയിൽ എന്താണ് അതുപോലെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഗാർഡൻ സ്റ്റൈലായിരുന്നു ചാർബാഗ് സ്റ്റൈൽ എന്ന് പറയും. ചാർബാഗ്, അതിന്റെ ഏകദേശം കറക്റ്റ് ക്ലിയർ ആണോ അറിയത്തില്ല, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ചാർബാഗ് എന്ന് വെച്ചാൽ ഗാർഡൻസ് എന്താണ് 4 പ്ലോട്ടുകളായിട്ട് തിരിക്കും. ഇതിന്റെ ഇടയിലെല്ലാം എന്താണ് വാട്ടർ ചാനൽസ് ആണ്. ഇത് കണ്ടോ 4 പ്ലോട്ടുകളായിട്ട് ഇതിന്റെ ഇടയിൽ എന്താണ് വാട്ടർ ചാനൽസ് ആണ്. നമുക്ക് താജ്മഹലിന്റെ ഫ്രണ്ടിലൊക്കെ കാണാൻ പറ്റുന്നത് ഈ ചാർബാഗ് സ്റ്റൈലാണ്. അപ്പൊ ചാർബാഗ് സ്റ്റൈൽ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ബാബറാണ്, അല്ലല്ലേ? ചാർബാഗ് സ്റ്റൈൽ അതൊരു പേർഷ്യൻ സ്റ്റൈലാണ്. എന്ന് വെച്ചാൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇപ്പൊ മുഗൾ, നിങ്ങൾ എന്താണ് ഇപ്പൊ നമ്മള് ഡൽഹി അല്ലെങ്കിൽ രാജസ്ഥാൻ അവിടെയൊക്കെ നമ്മളിങ്ങനെ പല കോട്ടകളൊക്കെ കാണാൻ പോയാൽ അവിടുത്തെ എല്ലാ മിക്ക ഗാർഡൻസും ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും കാണുന്നത്. ആ ഒരു സ്റ്റൈലാണ് ചാർബാഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതല്ലാതെ അദ്ദേഹം എന്താണ് മോസ്കുകൾ, പള്ളികൾ, പാനിപ്പട്ടിലും സംബാൽ എന്ന് പറയുന്ന സ്ഥലത്തും പള്ളികൾ. പക്ഷെ ബാക്കിയുള്ള രാജാക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ അത്രയും ആർക്കിടെക്ചർ ബ്രില്യൻസ് ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം കുറച്ച് കാലഘട്ടം മാത്രമല്ല ഭരിച്ചുള്ളൂ. ഇനി അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫി. അപ്പൊ അദ്ദേഹം ഒരു നല്ല മനുഷ്യനെന്നല്ല, ഇന്ത്യ അത്രയും സ്നേഹിച്ച മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി എന്നാണ്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ബാബർ നാമ അല്ലെങ്കിൽ തുസുക്കൈ ബാബുരി എന്ന് പറയും. അപ്പൊ ഇത് അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന്റെ മദർ ടങ് ആയിട്ടുള്ള ടർക്കിഷിലാണ്. ബാബറിന്റെ ഓട്ടോബയോഗ്രഫി ഏത് ഭാഷയിലാണ് വരുന്നത്? ടർക്കിഷിലാണ് വരുന്നത്. തുസുക്കൈ ബാബുരി അല്ലെങ്കിൽ ബാബർ നാമ. ഓക്കെ, അപ്പൊ ഇൻട്രൊഡ്യൂസ്ഡ് ചാർബാഗ് സ്റ്റൈൽ. അഥവാ ഇന്ത്യയിൽ ഗൺ പൗഡറിന്റെ എന്താണ് സപ്ലൈ കൂട്ടിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഈ ബാബർ ആണെന്ന് പറയാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിലിറ്ററി അഡ്വാൻസ്മെന്റ് അല്ലെ മിലിറ്ററി സ്ട്രാറ്റജി, ആർട്ടിലറി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ബാബർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് അദ്ദേഹത്തിന്റെ ചാർബാഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ബാബറിനെ സംബന്ധിച്ച് 4 വർഷം 4 യുദ്ധങ്ങൾ, ഇതുപോലെ ഒരു വലിയ എംപയർ ഇന്ത്യയിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? ബാബറാണ്. സ്വഭാവം നോക്കുകയാണെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് അത്രയും വലിയൊരു ആർമി നിയന്ത്രിക്കാൻ പറ്റുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്. അപ്പം ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിലും പിന്നെ ബാബറിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് വരുന്നത് ബാബറിനെ ആദ്യം അടക്കിയിരുന്നത് ആഗ്രയിലായിരുന്നു. അപ്പൊ ആദ്യത്തെ അദ്ദേഹത്തിന്റെ അടക്കിയിരുന്നത് ആഗ്രയിലായിരുന്നു. അവിടുന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ എന്താണ് കബറിടം കാബൂളിലേക്ക് മാറ്റി. ഞാൻ പറഞ്ഞല്ലോ കാബൂളിൽ അദ്ദേഹത്തിന് മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗാർഡനിലേക്ക് പിന്നീട് എന്താണ് ഈ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങളൊക്കെ ആഗ്ര. അപ്പൊ ഡബിൾ ബറിയൽ കിട്ടിയിട്ടുള്ള രാജാവാണ് അല്ലെ. ഡബിൾ ബറിയൽ 2 തവണ എന്താണ് ശവസംസ്കാര ചടങ്ങുകൾ നടന്നിട്ടുണ്ട്. ആദ്യം അദ്ദേഹം മരിച്ചപ്പോൾ ആഗ്ര, കാരണം ആ ഒരു റൂട്ടിലാണ് അദ്ദേഹം മരിക്കുന്നത്, ആഗ്രയിൽ സംസ്കരിച്ചു. അതിനുശേഷം പിന്നീട് എപ്പോഴും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എന്താണ് കാബൂളിൽ അദ്ദേഹം എന്താണ് മനോഹരമായിട്ട് ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഡബിൾ ബറിയൽ കിട്ടിയ മുഗൾ രാജാവ് ആരാണ്? ബാബറാണ്.
ഇനി നോക്കാൻ പോകുന്നത് ബാബറിന് ശേഷം ഇനി ആര് അടുത്ത അധികാരിയായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ ബാബറിന്റെ മരണവും അപ്രതീക്ഷിതമായിരുന്നു അല്ലേ. പെട്ടെന്നാണ് ബാബർ മരിക്കുന്നത്. 47-ാമത്തെ വയസ്സ് എന്തോ ഉള്ളൂ ബാബർ മരിക്കുമ്പോൾ. അപ്പൊ മകനായ ഹുമയൂൺ ഉണ്ട്. അപ്പൊ മകനായ ഹുമയൂൺ മാത്രമല്ല, ഹുമയൂണ് സഹോദരങ്ങളും ഉണ്ട്. അപ്പൊ ബാബർ ഹുമയൂണ് ഏതോ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഭാവിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ ഹുമയൂൺ തന്നെ ആയിരിക്കരുത്, ഹുമയൂണിന്റെ ബ്രദേഴ്സിനും എന്താണ് ഈ പ്രൊവിൻസസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ബാബർ പോയപ്പോൾ ഹുമയൂൺ എന്താണ് അധികാരത്തിലേക്ക് വന്നപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താ? ഹുമയൂൺ ആദ്യം നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ബാബർ ഈ സ്ഥലങ്ങളൊക്കെ എന്താണ് യുദ്ധം ചെയ്ത് കൈക്കലാക്കി, പക്ഷെ ഇത് കൺസോളിഡേറ്റ് ചെയ്തിട്ടില്ല. അതായത് ഒരു മുഗൾ എംപയർ എന്നുള്ള ഒരു ഇത്രയും ജോഗ്രഫിക്കൽ ഏരിയ മുഗൾ എംപയറിന്റെ അണ്ടർ എന്നും പറഞ്ഞ് കൺസോളിഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഹുമയൂണുള്ള ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതെന്താണ് ഒരുമിച്ച് കൊണ്ടുവന്നത് മുഗൾ എംപയറിന്റെ അകത്താക്കി സ്റ്റെബിലൈസ് ചെയ്യണം. പക്ഷെ ഹുമയൂൺ എന്ന രാജാവിനെ നോക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര എന്താണ് കുറെ പഠിച്ച നല്ല പഠനമൊക്കെ ഉള്ള ആളാ. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ എന്താണ്? ഭാഗ്യവാൻ എന്നാ. പക്ഷെ മുഗൾ രാജവംശം കണ്ട ഏറ്റവും നിർഭാഗ്യവാനായ രാജാവാണ് ആര്? ഹുമയൂൺ എന്ന് പറയുന്നത്. അപ്പൊ ഹുമയൂണിന്റെ കാലഘട്ടത്തിലെ ഭരണം നോക്കുകയാണെങ്കിൽ 2 കാലഘട്ടത്തിലാണ് ഭരിക്കുന്നത്. ആദ്യം അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് 1530 തൊട്ട് 1540 10 വർഷം ഹുമയൂൺ എന്താണ് സമാധാനം എന്ന് പറയാൻ പറ്റില്ല, ഭരിച്ചായിരുന്നു. ആ മുഗൾ എംപയർ ഭരിച്ചു. 10 വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് ഹുമയൂണെ അറ്റാക്ക് ചെയ്യാണ്? ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് ചെയ്യുന്നത് ഷേർഷാ സൂരി എന്ന് പറയുന്ന ആള് അറ്റാക്ക് ചെയ്യുന്നു. ആ യുദ്ധത്തിൽ എന്താണ് ഹുമയൂൺ മൊത്തത്തിൽ തോറ്റിട്ട് ഹുമയൂൺ എന്താണ് ഒളിവിൽ പോവാണ്. പിന്നീടുള്ള 15 വർഷം ഒളിവിൽ പോയിട്ട് 15 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് പല രാജാക്കന്മാരുടെ സഹായത്തോടെ തിരിച്ചു വന്ന് എന്നിട്ട് എന്താണ് ഹുമയൂൺ വീണ്ടും അറ്റാക്ക് ചെയ്യും. പിന്നെ അദ്ദേഹത്തിന് പക്ഷെ എന്താണ് മുഗൾ എംപയർ തിരിച്ച് സ്വന്തമാക്കി കഴിയുമ്പോൾ അപ്പൊ ഈ ഒരു ഇടയിലുള്ള പീരീഡ്, അതായത് 1540 മുതൽ 1555 വരെ ഈ ഒരു ഡൽഹി പീരീഡ് അല്ലെങ്കിൽ ഡൽഹി കാലഘട്ടത്തിന്റെ മുഗൾ പീരീഡ് ഭരിക്കുന്നത് സുർ ഡൈനാസ്റ്റിയാണ്. നമ്മൾ നോക്കൂ. സുർ ഡൈനാസ്റ്റിയാണ് ഭരിക്കുന്നത്. അപ്പൊ ഈ ഒരു എന്താണ് 1555 ഹുമയൂൺ തിരിച്ചു വന്നിട്ട് ഈ ഒരു എന്താണ് ആ ഒരു സാമ്രാജ്യം കൈക്കലാക്കും. പക്ഷെ അപ്പൊ പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ 1 വർഷമേ ഭരിക്കാൻ പറ്റുള്ളൂ. 1 വർഷം കഴിഞ്ഞപ്പം അദ്ദേഹം എന്താണ് അദ്ദേഹം കൂടുതൽ പഠിക്കുന്ന ആളായതുകൊണ്ട് ഈ ലൈബ്രറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പൊ അദ്ദേഹം തന്റെ ലൈബ്രറിയുടെ പടികൾ ഇറങ്ങിയപ്പോൾ ആ ഡ്രസ്സിന്റെ ഇതിൽ തട്ടി അദ്ദേഹം എന്താണ് പടികളിൽ നിന്ന് മറിഞ്ഞ് താഴെ വീണ് എന്താണ് ഇഞ്ചേർഡായി. അപ്പൊ അത് 2-3 ദിവസം അങ്ങനെ ആ ഒരു ശരശയില്ല അങ്ങനെ ഒരു എന്താണ് കുറെ 2-3 ദിവസം അങ്ങനെ വയ്യാതെ കിടന്നിട്ട് അദ്ദേഹം എന്താണ് അന്നത്തെ ടെക്നോളജി മെഡിസിൻ ഒന്നും അത്ര അഡ്വാൻസ്ഡ് അല്ലായിരിക്കും. 2-3 ദിവസത്തിന് ശേഷം ഹുമയൂൺ എന്താണ് മരിക്കുകയാണ്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡ്യുവൽ റൈൻ ആണ്. ആദ്യത്തെ ഒരു 10 വർഷം, അതിനുശേഷം എന്താണ് സുർ ഡൈനാസ്റ്റിയുടെ അറ്റാക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് 15 വർഷം ഒളിവിൽ പോയിട്ട് പിന്നീട് തിരിച്ചു വന്ന് ഭരണം തിരിച്ചു പിടിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ 1 വർഷം കൂടെ മാത്രമേ ഭരിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് അൺഫോർച്ചുനേറ്റ് പേരെന്ന് വെച്ചാൽ ഹുമയൂൺ എന്ന പേരിനർത്ഥം തന്നെ എന്താണ്? ഫോർച്ചുനേറ്റ് എന്നാ, ഭാഗ്യവാൻ. പക്ഷെ എന്താണ് പേരിൽ മാത്രമേ ഉള്ളൂ ഭാഗ്യം. ശരിക്കൊന്ന് ഭരിക്കാൻ പറ്റും. ഇത്രയും വർഷം കയ്യിലുണ്ടായിട്ടും അദ്ദേഹത്തിന് ശരിക്കൊന്ന് ഭരിക്കാം. 10-26 വർഷം കയ്യിലുണ്ടായിരുന്നല്ലേ, പക്ഷെ എത്ര നാള് സമാധാനത്തോടെ ശരിക്കും ഭരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലണ്ടർ നമ്മൾ കരുതുന്നത്, ഇതിൽ ചിലർക്ക് പറയുന്നത് ബാബറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹുമയൂൺ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നാണ്. അതോ ഹുമയൂണിന്റെ ഇഷ്ടത്തിനാണോ എന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ ബ്രദേഴ്സിന് 3 ബ്രദേഴ്സ് ആയിരുന്നു, ബ്രദേഴ്സിന് കുറച്ച് പ്രൊവിൻസസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ആ ഡിവിഷൻ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലണ്ടർ എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ ഈ മുഗൾസിന്റെ മെയിൻ ലീനേജ് എന്ന് പറയുന്നത് ഇവർ കാബൂളിൽ നിന്ന് വരുന്ന ആൾക്കാർ. അപ്പൊ ഒരു 4 വർഷം ഹുമയൂൺ കയറുമ്പോഴത്തേന് 4 വർഷം ആയതേ ഉള്ള അച്ഛൻ ഇവിടേക്ക് വന്നിട്ട്. അപ്പൊ ഇവരുടെ ഫുൾ ആർമിയും ഫുൾ ബേസും കിടക്കുന്ന എവിടാ? കാബൂളിലേക്ക്. അപ്പൊ മെയിൻ സെന്റർ എന്ന് പറയുന്ന കാബൂളാണ്. അങ്ങനെയുള്ള കാബൂള് എന്താണ് ഹുമയൂൺ ആർക്ക് വിട്ടുകൊടുത്തു? അദ്ദേഹത്തിന്റെ ബ്രദറായ കമ്രാന് വിട്ടുകൊടുത്തു. കമ്രാന് വിട്ടുകൊടുത്ത സ്ഥലങ്ങൾ കാബൂളും കാണ്ഡഹാറുമാണ്. രണ്ടാമത്തെ ബ്രദറായ അസ്കരിക്ക് ഏത് സ്ഥലം വിട്ടുകൊടുത്തു? സംഭാൽ വിട്ടുകൊടുത്തു. മൂന്നാമത്തെ ബ്രദറായ ഹിന്ദാലിന് ഏത് സ്ഥലം വിട്ടുകൊടുത്തു? അൽവാർ വിട്ടുകൊടുത്തു. ഈ പ്രൊവിൻസ് ഒക്കെ ഇവരുടെ കയ്യിലായി. പിന്നീട് എന്താണ് ഹുമയൂൺ ഇതുപോലെ സുർ ഡൈനാസ്റ്റിയുടെ അറ്റാക്ക് ഉണ്ടായപ്പോൾ എന്താണ് ഈ ബ്രദേഴ്സ് ഒന്നും സഹായിച്ചതുമില്ല. അപ്പൊ മൊത്തത്തില് ഹുമയൂൺ ചെയ്ത ഒരു എന്താണ് ഹിമാലയ മണ്ടത്തരം നമുക്ക് പറയുന്നത് ഈ ഒരു ഡിവിഷൻ. മെയിൻ ആയിട്ട് കാബൂൾ വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം കാബൂൾ ആണ് ഇവരുടെ ബേസ്, അല്ലെ ഇവർ അവിടുന്ന് വന്ന ആൾക്കാരാ. അപ്പൊ ഇവിടെ ഒരു വലിയ കിങ്ഡം ഉണ്ടാക്കുമ്പോൾ ആ ബേസ് വേറൊരാൾക്ക്, അനിയനാന്ന് പറഞ്ഞാലും വേറൊരാൾക്ക് ഇവിടത്തെ ഒരു രാജാവ് വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. അതൊക്കെ എന്താണ് ഹുമയൂണിന്റെ മണ്ടത്തരങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഹുമയൂണിന്റെ യുദ്ധങ്ങൾ നോക്കുകയാണെങ്കിൽ
മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഹുമയൂൺ അങ്ങനെ എപ്പോഴും യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നില്ല. ഹുമയൂണ് മെയിൻ 2 അറ്റാക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഷേർഷാ സൂരി, ഇദ്ദേഹമായിരുന്നു ഈസ്റ്റ് ഭാഗത്തുനിന്ന് ഹുമയൂണെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതല്ലാതെ വെസ്റ്റ് ഭാഗത്തുനിന്ന് ഹുമയൂണുള്ള അറ്റാക്ക് ആയിരുന്നു ബഹദൂർ ഷാ. ഹുമയൂന് എന്താണ് രാജഭരണം കിട്ടിയപ്പോൾ വെസ്റ്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ എന്താണ് ബഹദൂർ ഷായും ഉണ്ട്, ഈസ്റ്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ ഷേർഷാ സൂരിയും ഉണ്ട്. അപ്പൊ 2 അറ്റാക്കും എന്താണ് നല്ല രീതിയിൽ എന്താണ് കുറെ നാള് ഹുമയൂൺ അത് മെയിൻറ്റെയിൻ ചെയ്തു. ഷേർഷാ സൂരി എന്താണ് ഹുമയൂണ് കൈക്കലാക്കിയിട്ടൊക്കെ വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്താണ്, വിട്ട് എന്ന് കളഞ്ഞ ആളാണ്. അപ്പൊ അദ്ദേഹത്തെ ആദ്യത്തെ നോക്കുന്നത് സിയേജ് ഓഫ് ചുനാർ ഫോർട്ട്, ചുനാർ കോട്ട എന്ന് പറയുന്നത് UP ആഗ്രയ്ക്ക് അടുത്ത് വരുന്ന ഒരു കോട്ടാണ്. അപ്പം എന്താണ് ഈ ഒരു ഷേർഷാ സൂരിയുടെ ആധിപത്യം വളരാതിരിക്കാൻ ഹുമയൂൺ എന്ത് ചെയ്തു, ഈ കോട്ട കൈക്കലാക്കുന്നുണ്ട്. കോട്ട കൈക്കലാക്കി ഏകദേശം ഒരു 3-4 മാസം ഈ കോട്ട കൈക്കലാക്കി വെക്കുന്നത്. അതാണ് സിയേജ് ഓഫ് ചുനാർ 1532. ആ 3 അപ്പൊ എന്താണ് ഷേർഷാ സൂരിക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസും കാര്യങ്ങളും വന്നു. അദ്ദേഹം എന്താണ് പിൻവലിഞ്ഞു. അപ്പൊ ചുനാർ ഫോർട്ട് കൈക്കലാക്കിയിരുന്നതാണ് 1532. 1532 ഈ ഒരു ഇപ്പോഴും ബോൾ ആറുടെ കോട്ടിൽ തന്നെയാണ്, ഹുമയൂണിന്റെ കോട്ടിൽ തന്നെയാണ്. അദ്ദേഹം എന്താണ് ആ ഒരു കോട്ടൊക്കെ കൈക്കലാക്കി. ഇത് കണ്ടിട്ട് എന്താണ് ഷേർഷാ സൂരി പുറകിലോട്ട് പോവുകയാണ് ചെയ്തത്. തൊട്ട് ഒരു 7 വർഷം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എന്താണ് 7 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയും ഷേർഷാ സൂരി വരികയാണ്. അപ്പൊ ഷേർഷാ സൂരി വന്നിട്ട് അക്ബർ എന്താണ് ഹുമയൂണുമായിട്ട് ചേർന്ന് നടത്തുന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ചൗസ വരുന്നത് 1539. അപ്പൊ 1539 ഈ ഒരു യുദ്ധം നടക്കുമ്പോൾ ആരാണ് ഹുമയൂൺ ബ്രൂട്ടലി ഇഞ്ചേർഡ് ആവുകയാണ്. ഒത്തിരി എന്താണ് ഭയങ്കരമായിട്ട് ഇഞ്ചുറി ഒക്കെ ആയിട്ട് ഹുമയൂൺ എന്താണ് യമുന നദിയിലേക്ക് അവരെ എടുത്തെറിഞ്ഞെന്നാ പറയുന്നത്. അവിടുന്ന് ഹുമയൂണെ ഒരാൾ രക്ഷിച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പൊ ആ നദിയിലേക്ക് പോകുന്ന നമ്മളിപ്പോൾ പറയുന്നത് ഇൻ കേസ് ഹുമയൂൺ അവിടുന്ന് ആ നദിയിലേക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അവിടെ എന്താണ് നമ്മുടെ മുഗൾ സാമ്രാജ്യം തീർന്നേനെ അല്ലേ. ഹുമയൂണ് പിന്നെ പിൻഗാമികളൊന്നുമില്ല, ഷേർഷാ സൂരിയുടെ ഡൈനാസ്റ്റി ആയി പോയേനെ. അപ്പം മുഗൾ എംപയർ നദിയിൽ നിന്ന് എന്താണ് ഹുമയൂൺ രക്ഷപ്പെട്ട് വന്നുകൊണ്ടാണ് പിന്നീട് ഒരു മുഗൾ എംപയർ നമുക്ക് കാണാൻ പറ്റിയത്. അതിനുശേഷം ബാറ്റിൽ ഓഫ് ചൗസയ്ക്ക് ശേഷം ഹുമയൂൺ കംപ്ലീറ്റ്ലി ഷേർഷാ സൂരിയുടെ കയ്യിൽ നിന്ന് ഡിഫീറ്റ് ഏറ്റുവാങ്ങുന്നത് ബാറ്റിൽ ഓഫ് കനൗജി എന്നാണ് തൊട്ടടുത്ത വർഷം. കാരണം ഇവരിങ്ങനെ ഒരു യുദ്ധം ഉണ്ടാക്കി ഹുമയൂൺ രക്ഷപ്പെട്ടു. അദ്ദേഹം പിന്നീട് എന്താണ് പിന്നീട് അടുത്ത യുദ്ധവും കനൗജിൽ എന്താണ് കംപ്ലീറ്റ്ലി ഹുമയൂണെ ആര് ടേക്ക് ഓവർ ചെയ്യും, ഷേർഷാ സൂരി ടേക്ക് ഓവർ ചെയ്യും. അപ്പം മൊത്തത്തിൽ ഹുമയൂൺ എന്താണ് തൻ്റെ ആധിപത്യം നഷ്ടപ്പെടുകയാണ്. അപ്പം 1540 ആകുമ്പോഴത്തേന് മൊത്തത്തിൽ ഹുമയൂണിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഡൈനാസ്റ്റി പോവുകയും ഇതാര് ഏറ്റെടുക്കുകയും ചെയ്യുന്നു, ഷേർഷാ സൂരി എന്ന് പറയുന്ന ആളെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അടുത്ത 15 വർഷം 1540 മുതലുള്ള 15 വർഷം ആരായിരിക്കും ഭരിക്കുന്നത്, ഷേർഷാ സൂരിയാണ് ഭരിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ഹുമയൂണിന്റെ എക്സൈൽ പീരീഡ് എന്ന് പറയുന്നത് 1540 മുതൽ 1555 വരെയുള്ള സ്ഥാനത്താണ്. അപ്പൊ അദ്ദേഹം ഇന്ത്യ വിട്ട് എന്താണ് പാകിസ്ഥാനിലെ ഒരു റീജിയൻ അമർകോട്ടിലൊക്കെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ മാറി മാറി പോകും. ഓരോ സ്ഥലത്ത് എന്താണ് പല രാജാക്കന്മാരോടും എന്താണ് ഈ ഷേർഷാ സൂരി അറ്റാക്ക് ചെയ്യാനുള്ള സഹായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹുമയൂൺ എന്താണ് അമർകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മകനായ ആര് ജനിക്കുന്നത്, അക്ബർ ജനിക്കുന്നത്. അപ്പൊ അക്ബർ ജനിക്കുന്ന വർഷം ഏതാണ്, 1542. അപ്പം ഹുമയൂണിന്റെ എക്സൈൽ പീരീഡിലാണ് അദ്ദേഹത്തിന്റെ മകനായ അക്ബർ ജനിക്കുന്നത്. പിന്നീട് പറയുന്നത് ഹുമയൂൺ പല രാജ്യങ്ങളിൽ പോയിട്ട് പല രാജാക്കന്മാരുടെ എന്താണ് അസിസ്റ്റൻസ് സീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറാനിലെ രാജാവായ സഫാവിദ് ഷായുടെ അണ്ടറിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈം പീരീഡിൽ 1540 മുതൽ 1555 സുർ ഡൈനാസ്റ്റി വീക്കനായി. സുർ ഡൈനാസ്റ്റി വീക്കൻ ആവാനുള്ള മെയിൻ കാരണം 1545 ഒരു ഗൺ പൗഡർ ഉണ്ടാക്കുന്ന ഒരു എക്സ്പ്ലോഷൻ ആക്സിഡന്റലി ആര് മരിച്ചു, ഷേർഷാ സൂരി മരിച്ചു. ഷേർഷാ സൂരി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവരുടെ ഒരു എംപയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നീട് വന്ന ശക്തനായ രാജാക്കന്മാരായിരുന്നില്ല. അപ്പൊ ഈ ഒരു സുർ ഡൈനാസ്റ്റി വീക്കനായി. ഇപ്പൊ സുർ ഡൈനാസ്റ്റി വീക്കനായി പിന്നെ അടുത്ത എന്താണ് ഷേർഷാ സൂരിക്ക് ശേഷം ആര് ഭരിക്കും, മകൻ ഭരിക്കുമോ റിലേറ്റീവ്സ് ഭരിക്കും, അങ്ങനെ അവരുടെ ഇടയിൽ തന്നെ അടിയും ബഹളവും ഒക്കെ ആയപ്പോൾ ആ എംപയർ ഒന്ന് വീക്കനായി. അപ്പൊ എന്താണ് ഹുമയൂണ് മനസ്സിലായി ഇതാണ് പറ്റിയ സമയം എന്ന് വെച്ചിട്ട് ഹുമയൂൺ എന്താണ് 1555 തിരിച്ചു വരുന്നു. ഇതാണ് ബാറ്റിൽ ഓഫ് സിർഹിന്ദ് എന്ന് പറയും. ബാറ്റിൽ ഓഫ് സിർഹിന്ദ് ഹുമയൂൺ എന്താണ് 1555 തിരിച്ചു വന്നിട്ട് ആരുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, ഷേർഷാ സൂരിയുടെ മകനുമായിട്ട് സിക്കന്ദർ ഷാ എന്ന് പറയുന്ന ആളുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. സിക്കന്ദർ ഷായുമായിട്ട് യുദ്ധം ചെയ്ത് ബാറ്റിൽ ഓഫ് സിർഹിന്ദിൽ ആര് ജയിക്കുന്നു, ഹുമയൂൺ ജയിക്കുകയും തിരിച്ചെന്താണ് തന്റെ സാമ്രാജ്യം കൈക്കലാക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരു വർഷം 1555 ബാറ്റിൽ ഓഫ് സിർഹിന്ദ് നോട്ട് ചെയ്തോണേ. ബാറ്റിൽ ഓഫ് സിർഹിന്ദ് ആരൊക്കെ തമ്മിലാണ്, ഹുമയൂണും ഷേർഷാ സൂരിയുടെ മകനുമായ സിക്കന്ദർ ഷാ സൂരി.
സിക്കന്ദർ ഷാ സൂരിയും തമ്മിൽ അതിലെന്താണ് ഹുമയൂൺ ജയിച്ച് തിരിച്ച് തന്റെ മുഗൾ എംപയർ കൈക്കലാക്കുന്നു. പക്ഷെ ഒരു വർഷം കൂടെ ഭരിക്കാൻ പറ്റുന്നുള്ളൂ. 1556 എന്താ ആവുമ്പോൾ എന്താണ് തന്റെ ലൈബ്രറിയുടെ പടികളിൽ നിന്നും വീണ് ആര് മരിക്കുകയാണ്? ഹുമയൂൺ മരിക്കുകയാണ്. അപ്പൊ അതാണ് ഹുമയൂണിന്റെ ഒരു ടൈം പീരീഡ്. മൊത്തം കഥയെന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ടാണ് ഭരിക്കുന്നത്. ആദ്യം 10 വർഷം ഭരിക്കുന്നു, ഷേർഷാ സൂരി ഡിഫീറ്റ് ചെയ്ത് എന്താണ് ഒളിവിൽ പോകുന്നു. 15 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് തന്റെ സാമ്രാജ്യം തിരിച്ചു പിടിക്കുന്നു. പക്ഷെ ഒരു വർഷം മാത്രമേ ഭരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിർഭാഗ്യവാനായ രാജാവ് എന്ന് പറയുന്നത്. ബാറ്റിൽ ഓഫ് ചൗസയും ബാറ്റിൽ ഓഫ് കനൗജുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം എന്താണ് ഈ ഒരു സാമ്രാജ്യം തിരിച്ചു പിടിച്ച ബാറ്റിൽ ഓഫ് സിർഹിന്ദു. ഇത്രയാണ് മെയിൻ ആയിട്ട് എന്താണ് ഹുമയൂണിന്റെ കാലഘട്ടത്തിൽ വരുന്നത്. ഇപ്പൊ നമുക്ക് ബാബർ നാമയുള്ള പോലെ ഹുമയൂൺ നാമ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. അതല്ലാതെ അദ്ദേഹം ചെയ്തത് ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ തന്നെ പുതിയൊരു സിറ്റി ദിനാപന എന്ന് പറയുന്ന ഒരു സിറ്റി പണിയുകയും അവിടെ തന്നെ 2 പള്ളികൾ, അതായത് ജമാലി മോസ്ക്, ഇസാഖാൻ മോസ്ക് എന്ന് പറയുന്ന 2 പള്ളികളും ഈ ഒരു സമയം എന്താണ് ഹുമയൂണിന്റെ ടോംബ് പണിയുന്ന, അതായത് ഹുമയൂണിന്റെ ടോംബ് പണിയാൻ നിർദ്ദേശം കൊടുക്കുന്ന ആരാണ്? അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹമീദ ബേനു ബീഗമാണ്. അപ്പൊ ഹുമയൂൺ ടോംബ് പണിയുന്ന ആരാണ്? ഹമീദ ബേനു ബീഗമാണ്. ഇനി ഹുമയൂണിന്റെ കാലഘട്ടം നോക്കുകയാണ്, നിങ്ങൾക്ക് മൊത്തത്തിൽ നോക്കിയാൽ മിഡീവൽ ഇന്ത്യയുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ പെയിന്റിങ്സ് കുറച്ചുകൂടെ പേർഷ്യൻ സ്റ്റൈലൊക്കെ ആയത്. അപ്പൊ പെയിന്റിങ്സ് എന്താണ് പേർഷ്യയിൽ എന്താണ് ആ ഒരു സ്റ്റൈൽ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹുമയൂണിന്റെ കാലഘട്ടത്തിലാണ്. നോട്ടബിൾ പെയിന്റേഴ്സ് ആയിട്ടുള്ള മിർ സായിദ് അലിയെയും അബ്ദുൽ സമദിനെയും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഫേമസ് പേർഷ്യൻ പെയിന്റേഴ്സ് ആയി ഇവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആളും ആരാണ്? ഹുമയൂൺ ആണ്. അതുപോലെ അദ്ദേഹം നടത്തിയൊരു പെയിന്റിംഗ് വർക്ക്ഷോപ്പാണ് നിഖാർ ഖാന. അതും എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ലൈബ്രറിയുടെ ഒരു പാർട്ടായിരുന്നു. അപ്പം ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ സിറ്റി ദിനാപന, അതല്ല പുരാണ കില ദിനാപന എന്ന് പറയുന്ന സിറ്റി ഡൽഹിയിൽ തന്നെ വരുന്ന സിറ്റികളാണ്. അതല്ലാതെ 2 പള്ളികൾ. അദ്ദേഹത്തിന്റെ ടോംബ് പണിത ആരാണ്? അദ്ദേഹത്തിന്റെ വൈഫായ ഹമീദ ബീനു ബീഗമാണ്. ഇനി ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ ബാബറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആയിരുന്നു അല്ലേ. പക്ഷെ ഹുമയൂണിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയാണ് അത് എഴുതിയത് അദ്ദേഹത്തിന്റെ സിസ്റ്ററായ ഗുൽബദൻ ബീഗമാണ്. ഗുൽബദൻ ബീഗം ഓട്ടോബയോഗ്രഫി അല്ല ബയോഗ്രഫിയുടെ പേരെന്താണ്? ഹുമയൂൺ നാമ. ബാബറിന്റെ ബാബർ നാമ, ഹുമയൂണിന്റെ ഹുമയൂൺ നാമ. അപ്പൊ അക്ബറിന്റെ എന്തായിരിക്കും? അക്ബർ നാമ. ബാബറിന്റെ എഴുതിയത് ബാബർ തന്നെയാണ്, ഹുമയൂണിന്റെ എഴുതിയത് അദ്ദേഹത്തിന്റെ സിസ്റ്ററാണ് ഗുൽബദൻ ബീഗം. അക്ബറിന്റെ എഴുതുന്ന അക്ബറിന്റെ കോർട്ടിലുള്ള ഒരാളാണ് അബുൽ ഫാസിൽ എന്ന് പറയുന്നത്. അതായിരിക്കും നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിനിടയ്ക്ക് നമുക്ക് ഈ ഒരു 15 വർഷം എന്താണ് മുഗൾ സാമ്രാജ്യത്തിന്റെ അണ്ടറിലായിരുന്നില്ല ഡൽഹി. ആരുടെ അണ്ടറിലായിരുന്നു? സുർ ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഷേർഷാ സൂരിയുടെ അണ്ടറിൽ, അഫ്ഗാൻ റൂളേഴ്സ് ആയിട്ടുള്ള അഫ്ഗാൻ ബേസ് ഉള്ള ഷേർഷാ സൂരിയുടെ അണ്ടറിലായിരുന്നു എന്ത് നമ്മുടെ ഡൽഹി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ പറ്റിയുള്ള 1-2 പോയിന്റുകൾ മെയിനായിട്ട് നോക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഫരിദ് എന്നാണ്. എന്തുകൊണ്ടാണ് ഷേർ ഖാൻ എന്നൊരു പേര് കിട്ടിയത്? ഒരു ടൈഗറിനെ കൊന്നതിന് ശേഷം, ഷേർ എന്ന് വെച്ചാൽ ടൈഗർ ആണല്ലോ, ടൈഗറിനെ കൊന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഷേർ ഖാൻ എന്ന് പേര് കിട്ടിയത്. അപ്പൊ അദ്ദേഹം എന്താണ് 1540 ബാറ്റിൽ ഓഫ് കനൗജിൽ ഹുമയൂണിനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സാമ്രാജ്യം കൈക്കലാക്കുന്നത്. ഇതല്ലാതെ അദ്ദേഹം എന്താണ് ഈ ഒരു എന്താണ് ഒരു കലിഞ്ചാർ ഫോർട്ട് കൈക്കലാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഗൺ പൗഡർ ബ്ലാസ്റ്റ് ആയത് ഒരു ആക്സിഡന്റൽ ഡെത്ത് ആയിരുന്നു. ആരുടേത്? ഷേർഷായുടേത്. 1545 എന്താണ് അദ്ദേഹം മരിക്കും. അപ്പോൾ ഒരു 5 വർഷമേ ഭരിച്ചുള്ളൂ. പക്ഷെ 5 വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റി. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 4 മിനിസ്റ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തു. ആ 4 മിനിസ്റ്റേഴ്സ് ആണ് ദിവാനായി വിസാരത്ത്, അരിസ്, റിസാലത്ത്, ഇൻഷ. അപ്പൊ വിസാരത്ത് എന്ന് പറയുന്നത് റവന്യൂ ഫിനാൻസ് നോക്കിയാൽ, ദിവാനായ അരിസ് എന്ന് പറയുന്നത് ആർമി നോക്കിയാൽ, റിസാലത്ത് എന്ന് പറയുന്നത് ഫോറിൻ മിനിസ്റ്ററും, ദിവൈന ഇൻഷ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്ന മിനിസ്റ്റേഴ്സ്. അങ്ങനെ ഒരു 4 മിനിസ്റ്റേഴ്സിന് എന്താണ് അദ്ദേഹം അഡ്മിനിസ്ട്രേഷനിലേക്ക് കൊണ്ടുവന്നു. പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ഫുൾ എംപയർ പല പല പ്രൊവിൻസസ് ആയിട്ട് അല്ലെങ്കിൽ പല പല സർക്കാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഓരോ പ്രൊവിൻസിനും എന്താണ് ഒരു ഹെഡ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നോക്കി നടത്താൻ ഓരോ ഓഫീസേഴ്സിനും എന്താണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അദ്ദേഹം എന്താണ് അഡ്മിനിസ്ട്രേഷനിൽ കൊണ്ടുവന്ന അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആർമിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആർമി എന്താണ് അദ്ദേഹം 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സവാരാസ്, എലിഫൻസ്, ഫുഡ്മാൻ. കാരണം അദ്ദേഹം ഈ യുദ്ധങ്ങളൊക്കെ ജയിച്ചു. ആദ്യം എന്താണ് ഹുമയൂണുമായിട്ടുള്ള യുദ്ധത്തിൽ തോറ്റ ആളാണല്ലേ. പിന്നീട് വന്നിട്ട് പ്ലാൻ ചെയ്ത് ഹുമയൂണെ അറ്റാക്ക് ചെയ്ത് 2 യുദ്ധങ്ങളാക്കി. ബാറ്റിൽ ഓഫ് ചൗസ ആണെങ്കിലും ബാറ്റിൽ ഓഫ് കനൗജ് ആണെങ്കിലും 2 യുദ്ധങ്ങളാക്കി തോൽപ്പിക്കണമെങ്കിൽ അദ്ദേഹം അത്രയും പ്ലാൻ ചെയ്തിട്ട് വന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആർമി ആ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തു പോയിരുന്നത്. 3 സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സവാരസ്, എലിഫൻസ്, ഫുഡ്മാൻ. പിന്നെ എന്തായിരുന്നു അദ്ദേഹത്തിന് പേഴ്സണൽ ഫോഴ്സ് ഉണ്ടായിരുന്നു, റോയൽ ഖാലിസ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ സിസ്റ്റം ആയിട്ടുള്ള ദാഗ് ചെഹ്റ ഓർക്കുന്നുണ്ടോ? ദാഗ് എന്താണ് ബ്രാൻഡിങ് ഓഫ് ഫോഴ്സസും, ചെഹ്റ എന്താണ് ഈ സോൾജേഴ്സിന്റെ റാങ്കിങ് ഒക്കെയാണ്. അതൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷേർഷാ സൂരിയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്.
ഗ്രാൻഡ് ട്രങ്ക് റോഡ്. അതായത് പണ്ട് കാലം തൊട്ടേ, ഏൻഷ്യന്റ് കാലഘട്ടം തൊട്ടേ ഉള്ള നമ്മുടെ ഒരു ട്രേഡിംഗ് റൂട്ടാണ്, സെൻട്രൽ ഏഷ്യ ഇന്ത്യയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രേഡിംഗ് റൂട്ടാണ് ഗ്രാൻഡ് ട്രങ്ക് റൂട്ട്. അത് കുറച്ചുകൂടെ വിപുലമാക്കി, അതായത് കാബൂൾ മുതൽ ബംഗാൾ വരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടെ വിപുലമാക്കി, ഇന്ത്യയെ കൂടെ കണക്ട് ചെയ്ത് ഡൽഹി വഴി ബംഗാളിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ അത് കുറച്ചുകൂടെ എന്താണ് പ്രാധാന്യം കൊടുത്തു കൊണ്ടുവന്നത് ആരാണ്? ഷേർഷാ സൂരിയാണ്. അപ്പൊ ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ ആ ഒരു റീസ്റ്റോറേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രാൻഡ് ട്രങ്ക് റോഡുമായിട്ട് ചോദ്യം വന്നാൽ തന്നെ അത് ആരുമായിട്ട് റിലേറ്റ് ചെയ്തേ വരാറുള്ളൂ? ഷേർഷാ സൂരിയുമായിട്ട് റിലേറ്റ് ചെയ്തേ വരാറുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ 2 രാജാക്കന്മാരെ നമ്മൾ നോക്കിയല്ലേ. ബാബറിനെ നോക്കി, അദ്ദേഹം യുദ്ധം ചെയ്യാൻ മിടുക്കനായതുകൊണ്ട് 3-4 യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹുമയൂൺ അതിനൊന്നും താല്പര്യം ഇല്ലായിരുന്നു, എന്നാലും നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് എന്താണ് ഒരു ഡിഫീറ്റ് ഫേസ് ചെയ്ത് എന്താണ് ഒളിവിൽ കഴിയേണ്ടിയൊക്കെ വന്നു. ആ ഒളിവിൽ കഴിയേണ്ട കാലഘട്ടം ഭരിച്ച ആളാരാണ്? ഷേർഷാ ആയിരുന്നു. ഷേർഷാ എന്താണ് പക്ഷെ 5 വർഷം ഭരിച്ചിട്ട് എന്താണ് ഒരു ആക്സിഡന്റിൽ മരിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സും അദ്ദേഹത്തിന്റെ മകനുമാണ് ഭരിച്ചത്. മകനെ തോൽപ്പിച്ച് ഹുമയൂൺ തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഹുമയൂൺ എന്താണ് 1 വർഷത്തിൽ മരണമടയാണ്. അപ്പൊ ഹുമയൂണിന്റെ മരണവും ഒരു ആക്സിഡന്റൽ ഡെത്ത് ആണല്ലേ. അതായത് പ്രതീക്ഷിക്കുന്നില്ല ഹുമയൂൺ ഇപ്പൊ പടിയെന്ന് വീണ് മരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പൊ പ്രതീക്ഷിക്കാത്തൊരു മരണമാണ്. അപ്പൊ ഹുമയൂൺ മരിക്കുമ്പോൾ അക്ബറിനുള്ളത് വെറും 12-13 വയസ്സാണ്. ചിലത് 12 എന്ന് പറയുന്നുണ്ട്, 13 വയസ്സെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹുമയൂൺ മരിക്കുമ്പോൾ എങ്ങനെ പോയാലും എന്താണ് 13 വയസ്സാണ് അക്ബറിനുള്ളത്. 13 വയസ്സുള്ള അക്ബർ ഈ സമയത്തുള്ളത്, ഹുമയൂൺ മരിക്കുമ്പോൾ അക്ബർ എന്താണ് കൊട്ടാരത്തിലില്ല, പകരം എവിടെയാണ്? അവരുടെ ഒരു മിലിറ്ററി ക്യാമ്പിലാണ്. അതായത് പഞ്ചാബിലുള്ള ഒരു മിലിറ്ററി ക്യാമ്പിൽ ആരുടെ കൂടാണ് അക്ബർ? ബൈറം ഖാന്റെ കൂടാണ്. അപ്പം എന്താണ് ഹുമയൂണിന്റെ വിശ്വസ്തനായ മിലിറ്ററി ജനറലാണ് ബൈറം ഖാൻ. അപ്പൊ ബൈറം ഖാന്റെ കൂടെ ഒരു മിലിറ്ററി ക്യാമ്പിലാണ് അക്ബർ ഉള്ളത്. അപ്പം ഹുമയൂൺ മരിച്ച വിവരം എന്താണ് ഇവരെല്ലാവരും അറിയുന്നു. അതോടൊപ്പം എന്താണ് അക്ബറും ബൈറം ഖാനും അറിയുന്നു. അപ്പൊ ബൈറം ഖാൻ എന്ത് ചെയ്തു? ഇനി അത് അടുത്തതുള്ളത് ചെറിയ മകനാണല്ലേ, അപ്പൊ ആ ഒരു കിങ്ഡത്തിനൊന്നും പറ്റാതിരിക്കാൻ ബൈറം ഖാൻ ഉടനെ തന്നെ ആ ഒരു വിവരം അറിഞ്ഞത് തന്നെ ഉടനെ തന്നെ അവരെവിടാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ അക്ബറിന്റെ കിരീടധാരണം പ്ലാൻ ചെയ്യുന്നു. അപ്പൊ അക്ബർ 13 വയസ്സുള്ള അക്ബറിന്റെ കിരീടധാരണം എവിടെയാണ് നടക്കുന്നത്? ഇവരുണ്ടായിരുന്ന മിലിറ്ററി ക്യാമ്പ് എന്ന് പറയുന്നത് പഞ്ചാബിലെ കലനൂർ ആയിരുന്നു. അപ്പൊ ആ ഒരു മിലിറ്ററി ക്യാമ്പിൽ ആ ഒരു കിരീടധാരണം എവിടെ നടക്കുന്നത്? പഞ്ചാബിൽ വെച്ച്. അപ്പൊ 13ാമത്തെ വയസ്സിൽ അക്ബർ രാജാവായിട്ടുള്ള കിരീടധാരണം എവിടെ വെച്ചിട്ടാണ്? പഞ്ചാബിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ചിലപ്പോൾ എനിക്കൊന്ന് SSCക്ക് എന്തോ ചോദിച്ചിട്ടുണ്ട്, എവിടെ വെച്ചിട്ടാണ് അക്ബറിന്റെ കിരീടധാരണമെന്ന്. പഞ്ചാബിൽ വെച്ചിട്ടാണ്. പഞ്ചാബിൽ വെച്ച് അപ്പൊ ആദ്യത്തെ ഒരു എന്താണ് ഒരു 4-5 വർഷം, കാരണം 13 വയസ്സായതേ ഉള്ളൂ. അപ്പൊ ഒരു പ്രായപൂർത്തി എന്നൊക്കെ നമ്മൾ കണക്കാക്കുന്ന എത്രയാണ്? 18 വയസ്സാണ്. അപ്പൊ 13 തൊട്ട് 18 വയസ്സ് ഈ ചെറുപ്രായത്തിൽ അക്ബർ ഭരിക്കോ? ഇല്ല. അക്ബർ അല്ല ആക്ച്വലി ആ ഒരു പീരീഡ് റൂൾ ചെയ്തത്. ആ പീരീഡ് അതായത് അക്ബറിന് 18 വയസ്സാവുന്നിടം വരെ റീജൻ റൂൾ ആയിരുന്നു. അക്ബർ അല്ല ഭരിച്ചത്, റീജൻ റൂൾ അണ്ടർ ആടെ ഹുമയൂണിന്റെ വിശ്വസ്തനായ മിലിറ്ററി ജനറലായ ബൈറം ഖാൻ. ബൈറം ഖാന്റെ അണ്ടറിൽ ഈ ഒരു പീരീഡിൽ എന്തായിരുന്നു? റീജൻ റൂൾ. അങ്ങനെ അക്ബറിന് 18ാമത്തെ വയസ്സാകുമ്പോഴാണ് എന്താ അക്ബർ ആ ഒരു രാജപദവിയിലേക്ക് എത്തുന്നത്. അതിൽ പിന്നെ രസകരമായ കഥയുള്ളത്, അക്ബറിന് 18ാമത്തെ വയസ്സാകാൻ പോകുമ്പോഴും എന്താണ് ബൈറം ഖാനാണ് ഭരിക്കുന്നത്. അപ്പം അക്ബറിന് സ്വാഭാവികമായിട്ട് ഒരു പേടി കാണുമല്ലോ, ബൈറം ഖാൻ ഇനി ആ ഒരു റീജൻ റൂളിൽ നിന്ന് മാറുമോ, അത് അദ്ദേഹത്തിന് തന്നെ ഇനി ബൈറം ഖാൻ വേണോന്ന് വിചാരിച്ചാൽ അക്ബർ ചെറുതാണല്ലേ. ബൈറം ഖാൻ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു എംപയർ പിടിച്ചെടുത്താൻ പറ്റിയത്. ബൈറം ഖാൻ വേണമെന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന് മുഗൾ എംപയർ അല്ലാതെ സെപ്പറേറ്റ് ഒരു എംപയർ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അക്ബറിന് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ അക്ബറിന്റെ അമ്മ പറഞ്ഞിട്ട് അക്ബർ ബൈറം ഖാൻ 18 വയസ്സാകാറാകുമ്പോൾ ബൈറം ഖാൻ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ബൈറം ഖാൻ അതായത് അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു നിർദ്ദേശം ബൈറം ഖാനോട് പറയാണ്, മെക്ക സന്ദർശിച്ചിട്ട് വരിക. അതായത് മെക്കയിലേക്ക് ഒരു തീർത്ഥാടനം നടത്താൻ ബൈറം ഖാനോട് ആര് പറയുന്നു? അക്ബർ പറയുന്നു. ഇപ്പൊ ഇസ്ലാമിസത്തെ സംബന്ധിച്ച് മെക്ക അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പിലിഗ്രിമേജ് സെന്റർ ആണ്. അപ്പം ബൈറം ഖാൻ എന്താണ് അക്ബർ പറയുന്ന പോലെ അങ്ങോട്ടേക്ക് ഒരു തീർത്ഥാടന യാത്ര പോകുന്നു. പക്ഷെ ഈ ഒരു കുറെ വർഷങ്ങളായിട്ട് ബൈറം ഖാൻ കുറെ യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ യാത്ര പോകുന്ന തീർത്ഥാടന യാത്ര പോകുന്ന വഴിയിൽ ഏതോ ശത്രുക്കൾ എന്താണ് ബൈറം ഖാനെ കൊന്നുകളഞ്ഞു. അങ്ങനെ ഈ രാജഭരണം ആകുമ്പം പല കഥകളൂടെ മിക്സ് ചെയ്ത് വരും. പക്ഷെ നമുക്ക് അത്രയും എന്താണ് എവിഡൻസ് സോഴ്സസ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറില്ല. അപ്പൊ അങ്ങനെയാണ് ഏകദേശം അപ്പൊ അക്ബറിന്റെ ആദ്യത്തെ 5 ഭരണം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 4 വർഷം സ്ട്രോങ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ആരാണ്? ഹുമയൂണിന്റെ മിലിറ്ററി ജനറലായ ബൈറം ഖാനാണ്. അപ്പൊ യുദ്ധത്തൊക്കെ അക്ബറിന്റെ പേരാണെങ്കിലും യഥാർത്ഥ യുദ്ധം ചെയ്തിരിക്കുന്ന ആരാണ്? ബൈറം ഖാനാണ്. അങ്ങനെ അക്ബർ കുറെ നാൾ 1556 മുതൽ 1605 വരെ ഒത്തിരി ഏകദേശം മുഗൾ സാമ്രാജ്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഏറ്റവും കൂടുതൽ നല്ല കാലം ഭരിച്ചിരിക്കുന്ന രാജാക്കന്മാരിൽ ഒരാളാണ് അക്ബർ എന്ന് പറയുന്നത്. അക്ബറിന്റെ എന്താണ് റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ആഗ്രയിലെ സിക്കന്ദ്രയാണ്. ആഗ്രയിലെ സിക്കന്ദ്ര.
പിന്നെ അക്ബർ മെയിനായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ അക്ബറിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാരാണ്? ബൈരം ഖാൻ. ഈ പേരാണ് അക്ബറിന്റെ ആദ്യ വർഷത്ത് അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള്. അദ്ദേഹത്തിനെ ഒരു ട്യൂട്ടറും അല്ലെങ്കിൽ ഹുമയൂണിന്റെ ഒരു അഡ്വൈസറും മിലിറ്ററി ജനറലും എല്ലാവരുമായിരുന്നു. അപ്പോൾ ഒരു റീജൻ റൂൾ ആയിരുന്നു 1556 മുതൽ 1560 വരെ. എല്ലാ യുദ്ധങ്ങളും, അതായത് എല്ലാ യുദ്ധങ്ങളും അക്ബറിന്റെ മുഗൾ സാമ്രാജ്യത്തിന് നേരിൽ വരുന്ന എല്ലാ യുദ്ധങ്ങളും അക്ബറിന്റെ പേരിൽ പോരാടിയത് ആരായിരുന്നു? ബൈരം ഖാൻ ആയിരുന്നു. ഈ ഒരു പീരീഡ് ആകുമ്പോഴത്തേനും പല പല ശത്രുക്കൾ വരുന്നു. അതുപോലൊരു ശത്രുവാണ് അഫ്ഗാൻ റൂളറായ ആദിൽ ഷാ അപ്പോയിന്റ് ചെയ്യുന്ന ഹേമു എന്ന് പറയുന്ന രാജാവ്. ഹേമു എന്ന് പറയുന്ന രാജാവ് ഹിന്ദു റൂളറാണ്. അദ്ദേഹം വിക്രമജിത്ത് അല്ലെ വിക്രമാദിത്യ അതൊരു ടൈറ്റിലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഹേമു എന്ത് ചെയ്യും? ആഗ്ര കോൺക്വർ ചെയ്തിട്ട് നേരെ എങ്ങോട്ടേക്ക് വരും? ഡൽഹിയിലേക്ക് വരും. ചില കഥകൾ പറയുന്നത് ഓൾറെഡി ഹേമു ഡൽഹി കോൺക്വർ ചെയ്യും. ഡൽഹി കോൺക്വർ ചെയ്യുമ്പോൾ ബൈരം ഖാനും അക്ബറുമായിട്ട് വന്നിട്ട് ബൈരം ഖാൻ അല്ലെങ്കിൽ അക്ബറിന്റെ നേതൃത്വത്തിൽ ബൈരം ഖാൻ ചെയ്യുന്ന യുദ്ധമാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അതിൽ ബൈരം ഖാൻ അല്ലെങ്കിൽ അക്ബർ ജയിക്കുന്നു. അതോടെ അവർ കുറച്ചുകൂടെ മുഗൾ എംപയർ സ്ട്രോങ് ആക്കി മാറ്റുന്നു. അപ്പം ബൈരം ഖാൻ ഹേമുവിനെ ഡിഫീറ്റ് ചെയ്യുന്നതാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഒരിക്കലും ബൈരം ഖാൻ എന്നായിരിക്കില്ല, അക്ബർ എന്നായിരിക്കും. അപ്പൊ അക്ബറിനെ സംബന്ധിച്ച് കുറെ യുദ്ധങ്ങൾ, കാരണം ഇദ്ദേഹത്തിന് കുറെ സ്ഥലങ്ങൾ കൈക്കലാക്കണം, എംപയർ വലുതാക്കണം. പക്ഷെ മറ്റു രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലം അക്ബർ ഇൻവേഡ് ചെയ്യാന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് വിഷമമല്ല, സന്തോഷമാണ്. കാരണം ഇപ്പൊ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ദിവസം ജോലി ചെയ്താൽ 10 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അക്ബറിന്റെ ഭരണത്തിൽ വന്നാൽ ആ 10 എന്നുള്ളത് 15 മാറും. അതായത് അക്ബർ എവിടാണോ ഭരിക്കുന്നത് അദ്ദേഹം അത്രയും അതിനനുസരിച്ച് ആ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പൊ അങ്ങനത്തെ കുറിച്ച് നല്ല കാര്യങ്ങൾ. അതോടൊപ്പം അക്ബറിന്റെ റിലീജിയസ് പോളിസി ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹിന്ദു മുസ്ലിം യൂണിറ്റി നമുക്ക് മിഡീവൽ കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? അക്ബറിന്റെ. അദ്ദേഹം കല്യാണം കഴിച്ച ഒത്തിരി കല്യാണങ്ങൾ കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ എന്ന് പറയുന്നത് രാജ്പൂത് പ്രിൻസസ് ആയ ജോധാഭായ് ആണ്. അപ്പൊ രാജ്പൂത്സും ഒക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻസ്. അതുപോലെ ഹിന്ദുക്കൾക്ക് അദ്ദേഹത്തിന്റെ കൊട്ടാരങ്ങൾ ഈക്വൽ സ്റ്റാറ്റസ് ആയിരുന്നു പല ഇമ്പോർട്ടൻറ്റ് പദവികളിലും. അതുവരെ ഹിന്ദുക്കളൊന്നും അപ്പോയിന്റ് ചെയ്തില്ല, ഇസ്ലാംസ് തന്നെ ആയിരുന്നു അല്ലെങ്കിൽ മുസ്ലിംസ് തന്നെ ആയിരുന്നു. ആ അക്ബറിന്റെ കാലഘട്ടത്തിലാണ് മെയിൻ പോസ്റ്റുകളിലേക്കൊക്കെ ആര് വരുന്നത്? ഹിന്ദുസ് വരുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മെയിൻ യുദ്ധം എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ആണ്. 1556 സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ആരും തമ്മിൽ? ഹേമുവിനെ സപ്പോർട്ട് ചെയ്യാൻ അഫ്ഗാൻ ഫോഴ്സസ് ഉണ്ട്. അവരും ഹേമുവും അക്ബറും. ഇപ്പൊ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ എപ്പോഴും അക്ബർ വേഴ്സസ് ഹേമു 2 പേരുകളെ കാണത്തുള്ളൂ. ഇതിൽ ആര് ജയിക്കുന്നു? അക്ബർ ജയിക്കുകയാണ്. അപ്പൊ പിന്നീടുള്ള എല്ലാ യുദ്ധങ്ങളിലും അക്ബർ തന്നെയാണ് ജയിക്കുന്നത്. പിന്നെ 1562 അക്ബർ ഏത് സ്ഥലം കൈക്കലാക്കുന്നു? മാൽവ കൈക്കലാക്കുന്നു. 1564 ഏത് സ്ഥലം? ഗാൺവാന. 1568 മീവാർ. ഈ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വേണേൽ നോട്ട് ചെയ്യാം. അപ്പൊ മാൽവയാണെങ്കിൽ അവിടുത്തെ രാജാവായ ബാസ് ബഹദൂറിനെ തോൽപ്പിച്ചുകൊണ്ട്, ഗോണ്ട്വാനെ ആണെങ്കിൽ റാണി ദുർഗാവതി, മീവാറിലാണെങ്കിൽ ചിറ്റൂർ ഫോർട്ടും അതൊക്കെ കൈക്കലാക്കി. അപ്പം അക്ബറിന് അദ്ദേഹത്തിൻ്റെ ആയ രീതിയിലുള്ള യുദ്ധമുറകളാണ്. ഈ ഒരു ഫോർട്ട് ഇപ്പൊ രാജ്പൂത്സിന്റെ കയ്യിൽ ഒരു ഫോർട്ട് എന്ന് പറയുന്നത് അത് അദ്ദേഹം കൈക്കലാക്കുന്നത് ആ ഫോർട്ടിന് ചുറ്റും മണ്ണിൽ അത്രയും മതിൽ പണിതിട്ട് അതിന് മേൽ പീരങ്കികൾ കയറ്റി ആ ഫോർട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു കോട്ട വളഞ്ഞ അക്ബർ ഒരു കോട്ട വളയുകയാണെങ്കിൽ കോട്ടയ്ക്കകത്ത് മിക്കവാറും റിസോഴ്സസ് കുറവായിരിക്കും. അപ്പൊ പുറത്തോട്ടുള്ള ആ കോട്ടയുടെ കണക്ഷൻ കട്ട് ചെയ്തിട്ട് പല യുദ്ധതന്ത്രങ്ങളുണ്ട് അതിൽ. അതൊക്കെ വെച്ചിട്ടാണ് അക്ബർ ഓരോ സ്ഥലങ്ങളും കൈക്കലാക്കിയെന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡ് ബാറ്റിൽ, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽ അല്ല. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി. 1576 വരുന്നത്. അക്ബറും മഹാറാണ പ്രതാപും തമ്മിലുള്ള യുദ്ധമാണ്. അക്ബറും മഹാറാണ പ്രതാപും. ഇതിലെന്താണ്? മുഗൾ ആർമിയാണ് ജയിക്കുന്നത്. മുഗൾ ആർമി അക്ബറിന്റെ ഭാഗം തന്നെ ജയിക്കുന്നു. അപ്പൊ ഈ ഒരു യുദ്ധം ജയിച്ചോടെ ഇത് രാജ്പൂത്സിന്റെ മേളിൽ ആർക്കൊരു അധികാരമാവുന്നു? അക്ബറിന് അധികാരമാവുന്നു. ആ ഒരു സമയത്തോടെ ആ ബന്ധം കുറച്ചുകൂടെ നല്ല രീതിയിലാക്കാൻ അക്ബർ ആരെ മാരി ചെയ്യുന്നു? രാജ്പൂത് പ്രിൻസസ് ആയ ജോധാഭായിയെ മാരി ചെയ്യുന്നു. അക്ബർ കല്യാണം കഴിച്ച രാജ്പൂത് രാജകുമാരിയാണ് ജോധാഭായ്. അപ്പൊ അക്ബർ ഈ ഒരു റിലേഷൻസ് ബെറ്റർ ആക്കാൻ ഏകദേശം 10-35 കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ് കഥകളിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രാജ്പൂത്സ് അല്ലെങ്കിൽ ഹിന്ദുക്കളുമായിട്ട് അദ്ദേഹം നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്തിരുന്നത് ആരുടെ വിവാഹശേഷമാണ്? ജോധാഭായിയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ്.
ഇനി ആ ഒരു കാലഘട്ടത്തിൽ അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു 2-3 ടേംസ് ആണ് കൊടുത്തേക്കുന്നത്. സെൻട്രൽ, അതായത് സെൻട്രലിന് പവർ വരുന്ന അക്ബറിന്റെ അണ്ടറിൽ കുറേ പ്രൊവിൻസസ് ആണ്. അപ്പം അക്ബർ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രൊവിൻസുകൾ സ്വന്തമാക്കുന്നത് എന്താണോ ആ ഒരു സ്ഥലത്തിന്റെ അഡ്വാൻറ്റേജ് നോക്കിയാണ്. അതായത് അക്ബർ ഒരു സമയത്ത് ബംഗാൾ അറ്റാക്ക് ചെയ്തിരുന്നു. അപ്പൊ ബംഗാൾ അദ്ദേഹം അണ്ടറിലാക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ്. അഗ്രികൾച്ചർ നോക്കുകയാണെങ്കിൽ ബംഗാൾ എന്താണ് റിച്ച് സോഴ്സ് ആണല്ലേ, പ്ലെയിൻ ലാൻഡ് ആണ്, അഗ്രികൾച്ചറലി വെൽ ഓഫ് ആയതുകൊണ്ട് എന്താണ് അക്ബറിന് എന്താ ആഗ്രഹം വന്നു, ബംഗാളിലൂടെ കൈക്കലാക്കണമെന്ന് ആഗ്രഹം വന്നു. അപ്പൊ അങ്ങനെ പല എന്താണ് അദ്ദേഹത്തിന് ഭരണത്തിന്റെ രീതിയിൽ മികവ് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഓരോ സ്ഥലങ്ങൾ കൈക്കലാക്കുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള 3 വേർഡ്സ് ആണ്. ഖാലിസ. ഖാലിസ എന്ന് വെച്ചാൽ ചക്രവർത്തിയുടെ അണ്ടറിൽ വരുന്ന ലാൻഡ്, ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്ന ലാൻഡിനെയാണ് ഖാലിസ എന്ന് പറയുന്നത്. ഇനി ജാഗിർ. ജാഗിർ എന്ന് വെച്ചാൽ മൻസബ്ദാർസ്, നമ്മൾ പറയും ഓഫീസേഴ്സ് ആണ് മൻസബ്ദാർസ്, അദ്ദേഹത്തിന് അവർക്ക് കൊടുക്കുന്ന സാലറി ആണ്. അടുത്ത വരുന്നത് ഇനാം. ഇനാം എന്ന് പറയുന്നത് ഈ റിലീജിയസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സാലറി അല്ലെങ്കിൽ അങ്ങനെ ഒരു തുകയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇനാം എന്ന് പറയുന്നത്. ഇനി അക്ബറിന്റെ കൊട്ടാരത്തിൽ നമുക്ക് നവരത്നാസിനെ പറ്റി നമ്മൾ പഠിച്ചില്ലേ, നമ്മൾ വിക്രമാദിത്യന്റെ കാലഘട്ടത്തിൽ ചന്ദ്രഗുപ്ത ടൂവിന്റെ ഗുപ്ത സാമ്രാജ്യം പഠിച്ചപ്പം നമുക്ക് നവരത്നങ്ങളെ പറ്റി പഠിച്ചു. നമ്മൾ കാളിദാസനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നവരത്നാസിൽ വരുന്ന അതുപോലെ നമ്മൾ നോക്കാൻ പോകുന്നത് അക്ബറിന്റെ കൊട്ടാരത്തിലും സെയിം ഈ നവരത്നാസ് അല്ലെ 9 ജെംസ് ഉണ്ടായിരുന്നു. അവര് ആരൊക്കെയാണെന്നാണ്. ഓക്കെ, അതിൽ ആദ്യം വരുന്നത് അബുൾ ഫാസിലാണ്. അബുൾ ഫാസിൽ ഇബിൻ മുബാറക്. അതുപോലെ അബുൾ ഫാസിൽ അദ്ദേഹം എന്തായിരുന്നു, അക്ബറിന്റെ ഒരു ചീഫ് അഡ്വൈസറും ആയിരുന്നു. അതുപോലെ അക്ബറിന്റെ ബയോഗ്രഫി ആയ അക്ബർ നാമ, അതിന്റെ അകത്ത് തന്നെ വരുന്ന ബുക്കാണ് ഐൻ-ഐ അക്ബരി. ഇതിന്റെയൊക്കെ ഓതറാണ് ആരെന്ന് പറയുന്നത് അബുൾ ഫാസിൽ. രണ്ടാമത് വരുന്ന ആള് ഫൈസി ആണ്. ഫൈസി എന്താണ്, റിയോണ്ട് ആയിട്ടുള്ള പോയറ്റ് ആണ്, എഴുത്തുകാരനാണ്. പിന്നെ വരുന്ന ആള് ടാൻസൺ ആണ്. ടാൻസനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും, എന്താണ് ക്ലാസിക്കൽ സിംഗർ ആയിരുന്നു. അപ്പൊ ടാൻസൺ എന്ന് മിയാൻ ടാൻസൺ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. മിയാൻ എന്ന ടൈറ്റിൽ കൊടുക്കുന്ന ആരാണ്, അക്ബറാണ്. ചോദിച്ചിട്ടുള്ളതാണ് മിയാൻ ടാൻസൺ. അപ്പൊ ടാൻസൺ എന്നാണ് പേര്, അദ്ദേഹത്തിന് മിയാൻ എന്ന ടൈറ്റിൽ കൊടുക്കുന്ന രാജാവ് ആരാണ്, അക്ബറാണ്. അപ്പൊ ടാൻസന്റെ പ്രത്യേകത എന്താണ്, അദ്ദേഹം ക്ലാസിക്കൽ സിംഗർ ആണ്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അക്ബറിന്റെയും ബീർബലിന്റെ കഥകൾ. ബീർബൽ ഒരു ഹിന്ദു രാജാവാണ്. അക്ബർ ബീർബൽ സ്റ്റോറീസ് നമ്മൾ കൊച്ചിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ 2ാം ക്ലാസ്സിലെ ബുക്കിലൊക്കെ CBSEക്ക് വരുന്ന ഒരു സ്റ്റോറിയാണ് അക്ബറിന്റെയും ബീർബലിന്റെ. ആരാണ് ബീർബൽ, അതായത് അക്ബറിനെ അഡ്വൈസ് ചെയ്യാനുണ്ടായിരുന്ന ഒരു അഡ്വൈസർ. മെയിനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താണ് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു അഡ്വൈസർ ആണ് ആരെന്ന് പറയുന്നത് ബീർബൽ എന്ന് പറയുന്നത്. അതല്ലാതെ വരുന്നതാണ് രാജാ തോഡർമാൽ. അദ്ദേഹം ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു, ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അതായത് അക്ബറിന്റെ ഫിനാൻഷ്യൽ പോളിസികളൊക്കെ എന്താണ് കമ്പോസ് ചെയ്തത് ആരാണ്, രാജാ ടോഡർമാൾ ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് രാജാ മാൻസിംഗ്. രാജാ മാൻസിംഗ് എന്ന് പറയുന്നത് അക്ബറിന്റെ എന്താണ് മിലിറ്ററി ജനറൽ ആണ്, അല്ലെങ്കിൽ മിലിറ്ററി കമാൻഡർ ആണ്. പിന്നീട് വരുന്ന ആള് അബ്ദുൾ റഹീം ഖാനെയാണ്. അദ്ദേഹം എന്താണ് പൊയറ്റ് ആണ്. പിന്നീട് വരുന്നത് ഫക്കീർ അസിയാവുദ്ദീൻ, അദ്ദേഹം ഒരു സൂഫി മിസ്റ്റിക് ആണ്. പിന്നെ വരുന്ന ആള് മുല്ലാദോ പിയാസയാണ്. അദ്ദേഹം എന്താണ് ഒരു ചീഫ് അഡ്വൈസറും എന്താണ് ഒരു ഫലിതനാന്നൊക്കെ പറയല്ലേ. അദ്ദേഹം നല്ല രീതിയിൽ ബീർബലും അക്ബറും ആയിട്ടൊക്കെ എന്താണ് നല്ല റിലേഷൻസും ഒക്കെ വെച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഓക്കെ, ചില സമയത്ത് ബീർബലിനെതിരായിട്ടും ഒക്കെ നിന്നിട്ടുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത് മുലോദാപ്പി. അപ്പൊ ഈ 9 പേരാണ് അക്ബറിന്റെ കൊട്ടാരത്തിലെ 9 ജെംസ് എന്ന് നമ്മൾ കരുതപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷന്റെ ഹെഡിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിലാണ് മീർ ബക്ഷി. മീർ ബക്ഷി എന്ന് വെച്ചാൽ എന്താണ്, അക്ബറിന്റെ കൊട്ടാരത്തിലെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ നോക്കിയിരുന്ന ആ ഒരു മിലിറ്ററി അഡ്മിനിസ്ട്രേഷന്റെ ഹെഡായിട്ട് വരുന്ന ആളാണ് ആര്, മീർ ബക്ഷി. അപ്പൊ അവരാണ് ഈ വാർ എക്യുപ്മെന്റും ആർമഡ് ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആരാണ്, മീർ ബക്ഷി ആയിരിക്കും. അപ്പൊ ഇദ്ദേഹം എന്താണ് ഈ മീർ ബക്ഷിയുടെ ഉത്തരവാദിത്തമാണ് എന്താണ് കാര്യങ്ങളൊക്കെ നോക്കി നടക്കുക. ഇതല്ലാതെ അക്ബർ തന്നെ എന്താണ് നമ്മൾ ഈ ചെഹ്റ സിസ്റ്റം ദാഗ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരായിരുന്നു, അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ വന്നാണ്. ഹോഴ്സ് ബ്രാൻഡിങ്ങും അതുപോലെ സോൾജേഴ്സിന്റെ റാങ്കിങ്ങും ഒക്കെ ഇതൊക്കെ എന്താണ് പിന്നീട് നല്ല രീതിയിൽ നോക്കി നടത്തിയതും എന്താണ് ഈ മിലിറ്ററി ഹെഡ് ആയിട്ട് വരുന്ന മീർ ബക്ഷിയും പിന്നെ ആരാണ് അക്ബർ നേരിട്ടും നോക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി മിലിറ്ററി ഹെഡിനെ നിങ്ങൾ മീർ ബക്ഷി എന്ന് വിളിച്ചാൽ ഇന്റലിജൻസ് ഓഫീസേഴ്സിന് പറയുന്ന പേരാണ് ബരീദ്സ്. ഇന്റലിജന്റ് ഓഫീസേഴ്സ് ആണ് ബരീദ്സ്. ന്യൂസ് റിപ്പോർട്ടേഴ്സിന് പറയുന്ന പേരാണ് വഖിയാൻ അവീസ്. അതുപോലെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് കാര്യങ്ങൾ നോക്കി നടത്താൻ അതല്ലാതെ കുറച്ച് എന്താണ് ജെന്റിൽമാനായിട്ടുള്ള കുറച്ച് ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത് അവരുടെ പേരാണ് അഹാദിസ് എന്ന് പറയുന്നത്.
ഇതൊക്കെ ടേംസ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് വർഷം ഭരിച്ചല്ലോ. അപ്പൊ അത്രയും വർഷം ഭരിക്കുമ്പോൾ അങ്ങനെ വെറുതെ ഒന്നും ഭരിച്ചല്ലോ. അക്ബറിന്റെ കാലഘട്ടത്തിലാണ് ചില ഇതിൽ നമ്മൾ പറയുന്നത് ലോകത്തിലെ തന്നെ 1/4 GDP അക്ബറിന്റെ ഭരണകാലഘട്ടത്തിൽ ഡൽഹിയിലായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അത്രയും സമ്പന്നമായ ഒരു സ്ഥലമായിരുന്നു ഡൽഹി ആ ഒരു അക്ബറിന്റെ ഭരണകാലഘട്ടത്തിൽ. എന്ന് വെച്ചാൽ അതിന് മുമ്പല്ലേ എന്ന് വെച്ചാൽ ഓൾറെഡി ഉണ്ട്, കുറച്ചുകൂടെ അത് ഡെവലപ്പ് ചെയ്യാൻ എന്താണ് അക്ബറിന് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ കഥകൾ ചിലപ്പോൾ പറയും ബാബറിന്റെ സമയത്ത് ബാബർ എന്താണ് ഡൽഹി അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ട്രഷറി എന്ന് പറയുന്ന ആ ഒരു സമയത്ത് എന്താണ് ഡൽഹി സൽത്തനേറ്റിന്റെ സമയത്ത് എവിടെയായിരുന്നു? ആഗ്രയായിരുന്നു. പിന്നെ ആ ട്രഷറിക്ക് വേണ്ടി ബാബർ എന്താണ് ആഗ്ര അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് അതൊക്കെ കൈക്കലാക്കിയിട്ടാണ് അത് ബാബർ ആണെങ്കിൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കാരണം അദ്ദേഹത്തിന് യുദ്ധങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്, സോൾജേഴ്സിനും ആൾക്കാർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെട്ടു. എന്നിട്ട് എന്താണ് അതുകൊണ്ടാണ് കുറച്ചുകൂടി ബാബറിന് യുദ്ധങ്ങൾ, കാരണം ആ സോൾജേഴ്സിന്റെ സപ്പോർട്ട് അതുപോലെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? ബാബറിന് കിട്ടിയിട്ടുണ്ട്. അക്ബറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റിലീജിയസ് പോളിസീസും അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസിയാണ് അദ്ദേഹത്തിന് ഇത്രയും ഫേമസ് ആക്കിയിരിക്കുന്നത് അല്ലേ. സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല നല്ല രീതിയിൽ ഇത്ര ഡിപ്പാർട്ട്മെന്റുകൾ ഡിവൈഡ് ചെയ്ത് അവിടെ എല്ലാം ഓഫീസേഴ്സ്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന അക്ബറിന്റെ 2-3 പോയിന്റുകളുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ലാൻഡ് റവന്യൂ സിസ്റ്റം. അപ്പം ലാൻഡ് റവന്യൂ സിസ്റ്റം അദ്ദേഹം നോക്കുന്നത് ആദ്യം ആ ലാൻഡ് അസസ് ചെയ്തിട്ട് അതിന് എത്രയാണോ ഈൽഡ് വരുന്നത് അതനുസരിച്ചായിരിക്കും റവന്യൂ വരുന്നത്. അപ്പം റവന്യൂ ആദ്യത്തെ കാലഘട്ടത്തിൽ മൊത്തം പ്രൊഡ്യൂസിൻ്റെ എത്ര ആണോ അതിൻ്റെ 1/3 ആയിരിക്കും ഉള്ളത്. ഇപ്പോൾ 1/3 ആവറേജ് പ്രൊഡ്യൂസ് ഇപ്പോൾ എത്രയാണോ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ 1/3. ഇപ്പോൾ 12 കിലോ ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 4 കിലോ ആർക്കുള്ളതാണ്? രാജാവിന് ഒരു കരമായിട്ടുള്ളതാണ്. ആ സമയത്തുണ്ടായിരുന്ന റവന്യൂ സിസ്റ്റംസ് ആണ് സബ്ത്ത്, അല്ലെങ്കിൽ ഇതൊക്കെ ഡിവൈഡ് ചെയ്ത് അളന്ന് റവന്യൂ കളക്ട് ചെയ്യുന്നതാണ്. അത് ഷേർഷാ സൂര്യയുടെ കാലഘട്ടത്തിലേ ഉണ്ടായിരുന്നു. അത് ആരും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്? അക്ബറും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ അക്ബറിന്റെ ഫിനാൻസ് മിനിസ്റ്ററായ രാജാ തോദർമാലിന്റെ അണ്ടറിൽ വന്ന കുറച്ച് ഫിനാൻഷ്യൽ റിഫോംസും ആര് കൊണ്ടുവന്നിട്ടുണ്ട്? അക്ബർ കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ലാതെ ദസല സിസ്റ്റം, അതായത് ദസല എന്ന് പറയുമ്പോൾ അറിയാം ഒരു 10ന്റെ കണക്കാണല്ലേ. ഇത് റവന്യൂ, നിങ്ങളുടെ ഒരു ഭൂമിയെ കഴിഞ്ഞ 10 വർഷത്തെ നിങ്ങളുടെ ആ ഒരു ഭൂമിയുടെ ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ റവന്യൂ അസൈൻ ചെയ്യുക. കഴിഞ്ഞ 10 വർഷം എന്താണ് ആ ഒരു ഭൂമിയിൽ എത്രത്തോളം ഈൽഡാണ് കിട്ടിയത് അതിൻ്റെ ഒരു കണക്കെടുത്തിട്ട് ആ ഒരു കണക്കിൻ്റെ ബേസിൽ അവർക്കുള്ള കരം എന്താണ് അസൈൻ ചെയ്യുന്നതിനാണ് ദസല സിസ്റ്റം എന്ന്. അപ്പൊ സബ്ത്ത് വന്നാലും ദസലയൊക്കെ എന്ന ആരുടെ കാലഘട്ടത്തിലുള്ളതാണ്? അക്ബറിന്റെ കാലഘട്ടത്തിൽ. അപ്പൊ ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഹുമയൂൺ ഭയങ്കര ലിറ്ററേറ്റ് ആണ്, അല്ലെങ്കിൽ ബാബർ ഭയങ്കര പഠിക്കാൻ അത്രയും മുന്നിലുള്ള ആളായിരുന്നു. ഹുമയൂൺ ആണ് പഠനമേ ഉള്ളായിരുന്നല്ലേ, ലൈബ്രറിയിലും. അക്ബറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്ര പഠിത്തത്തിൽ എന്തോ പഠന വൈകല്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ അത്രയും പഠിക്കാനും എന്താണ് അക്ബറിന് സാധിച്ചിട്ടില്ല. പക്ഷെ എല്ലാ മേഖലകളിലും സപ്പോർട്ട് ചെയ്യാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? അക്ബറിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ റിഫോംസ് എല്ലാം ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും? രാജാ തോദർമാലിന്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മൻസബ്ദാരി സിസ്റ്റം. അപ്പൊ മൻസബ്ദാർ ആരാണ്? മൻസബ്ദാർ എന്ന് പറയുന്നത് അക്ബറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സിന് കൊടുത്ത റാങ്കിങ് ആണ്. ആക്ച്വലി മൻസബ്ദാരി സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു റാങ്കിങ് സിസ്റ്റം ആണ്. ഓഫീസറിന് ഒരു റാങ്ക് കൊടുക്കുന്നു. ഒരു റാങ്ക് ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്താണ്? അയാൾക്ക് ഒരു ഫിക്സഡ് സാലറി കൊടുക്കുന്നു, അയാൾക്ക് കുറച്ച് മിലിറ്ററി റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നു. അതാണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഒരു ഇൻഡിവിജ്വലിന് എന്താണ് അദ്ദേഹത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്. അദ്ദേഹം ആ ഒരു ഓഫീസറിന്റെ പേര് ഇനി എന്താണ്? മൻസബ് എന്നായിരിക്കും. ഒരു ഓഫീസറിന്റെ പേര് മൻസബ് എന്ന് പറയുന്ന ഒരു റാങ്ക് അദ്ദേഹത്തിന് കൊടുക്കുന്നു. ആ റാങ്ക് കൊടുക്കുന്നതോടെ അദ്ദേഹത്തിന് എന്താണ്? ഫിക്സഡ് ആയിട്ടൊരു റാങ്ക്, ഒരു പൊസിഷൻ, ഇന്നതാണ് ഒരു പൊസിഷൻ, ഫിക്സഡ് ആയിട്ടൊരു സാലറി, പിന്നെന്താണ് ഫിക്സഡ് ആയിട്ട് ഇദ്ദേഹം ഇത്രയും മിലിറ്ററി റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ റാങ്ക് ചെയ്ത് ഇതൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ മിക്കവാറും ചോദിക്കാറുള്ളതാണ് മൻസബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് രാജാവാണ്? അപ്പൊ മൻസബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജാവ് ആരാണ്? അക്ബറാണ്. ഇനി റവന്യൂ പർപ്പസിനായിട്ട് ലാൻഡ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ജാഗിർ, ഖാലിസ എന്നൊക്കെ പറഞ്ഞ് ലാൻഡ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഖാലിസയെന്ന് എന്താണ് പിരിക്കുന്ന പൈസകൾ നേരിട്ട് റോയൽ ട്രഷറിയിലേക്കും ജാഗിറി എന്നുള്ളത് നേരെ മൻസബ്ദാർസിന്റെ കയ്യിലായിരിക്കും പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അഡ്മിനിസ്ട്രേഷനൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിവിഷൻസും കുറച്ച് റൂൾസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് അത് പറയുന്നത്. അപ്പോൾ ലാൻഡ് എന്നാണ് 2 രീതിയിൽ തിരിച്ചിട്ടുണ്ട്: ജാഗിർ, ഖാലിസ. ഖാലിസ എന്നുള്ള നികുതികളൊക്കെ ഡയറക്റ്റ് എന്താ രാജാവിന്റെ കയ്യിൽ നിന്നും, ജാഗീർ എന്നുള്ള നികുതികളൊക്കെ ഡയറക്റ്റ് എന്താണ് മൻസബ്ദാർസ് ഓഫീസേഴ്സ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടല്ലോ അവരുടെ കയ്യിലേക്കുമായിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫോർട്ടുകളാണ്. അപ്പൊ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ അക്ബറിന്റെ കാലഘട്ടത്തിൽ പണിത ഇമ്പോർട്ടൻറ്റ് കോട്ട എന്ന് പറയുന്നത്
നിങ്ങൾ താജ്മഹൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, താജ്മഹലിൻ്റെ അടുത്ത് നമ്മൾ താജ്മഹൽ വിസിറ്റ് ചെയ്യുമ്പോൾ കൂടെ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. അതായത് റെഡ് സാൻഡ് സ്റ്റോൺ ഉപയോഗിച്ച് അക്ബർ പണിതാണ് ആഗ്ര ഫോർട്ട്. കാണാത്തവർക്കായിട്ട് ഇതാണ് എന്തെന്ന് പറയുന്നത് ആഗ്ര ഫോർട്ട്. നമ്മൾ മിക്കവാറും താജ്മഹൽ കണ്ടിട്ടുള്ള എല്ലാവരും മിക്കവാറും ആഗ്ര ഫോർട്ടും കണ്ടു കാണും, അടുത്തടുത്താണ്. ഇതല്ലാതെ ലാഹോറിലും അലഹബാദിലുമായിട്ട് പല പല ഫോർട്ടുകൾ പണിതിട്ടുണ്ട്. ആഗ്ര ഫോർട്ടിനകത്ത് തന്നെ അദ്ദേഹം എന്താണ് ജഹാംഗീരി മഹൽ ഹിന്ദു ഡിസൈൻസ്, കാരണം ഇതിലെല്ലാം ഹിന്ദു ഡിസൈൻസ് കാണാൻ പറ്റുന്നതാണ്. ജോധാഭായിയുമായിട്ടുള്ള കല്യാണത്തിന് ശേഷം രാജ്പൂത്സിന് അത്രയും ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ആണ് അക്ബർ തൻ്റെ കൊട്ടാരത്തിൽ കൊടുത്തത്. ഇമ്പോർട്ടൻറ്റ് റാങ്ക്സിലും അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഓഫീസേഴ്സും അക്ബറിൻ്റെ തന്നെ ചീഫായിട്ടുള്ള അഡ്വൈസേഴ്സിലും എല്ലാം ആരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, രാജ്പൂത്സിനെ, അതായത് ഹിന്ദുക്കളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അക്ബർ തന്നെ ഫൗണ്ട് ചെയ്യുന്ന സിറ്റിയാണ് ഫത്തേപൂർ സിക്രി. അതിനെ സിറ്റി ഓഫ് വിക്ടറി എന്നാണ് പറയുന്നത്. അക്ബറിന്റെ ഭരണ കാലഘട്ടത്തിൽ ഏകദേശം കുറേ വർഷം എന്താണ് ഈ ഒരു സിറ്റിയാണ് ഈ ഒരു എന്താണ് അക്ബറിന്റെ ഭരണത്തിന്റെ ക്യാപിറ്റൽ ആയിട്ട് നിലനിന്നിരുന്നത്. അപ്പൊ ഫത്തേപൂർ സിക്രി എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സിറ്റി ആയിട്ട് ആഗ്രയ്ക്കടുത്ത് അക്ബർ പണിതാണ്. അപ്പൊ ആ ഒരു സിറ്റിന്റെ എൻട്രൻസ് ആണ് ബുലാൻ ദർവാസ. എന്താണ് ഫത്തേപൂർ സിക്രിക്കകത്ത് വരുന്നതാണ് ബുലാൻ ദർവാസ, ജമാ മസ്ജിദ്, അതുപോലെ നമ്മൾ ഭാര്യയായ ജോധാഭായിയുടെ പാലസ്, പഞ്ച് മഹൽ, പിന്നെ അക്ബർ മീറ്റിംഗ്സ് ഒക്കെ നടത്തിയിരുന്ന പ്ലേസസ് ആയ ദിവാനായി ഖാസ്, ദിവാനായി ആം, അതുപോലെ സലീം ചിഷ്തിയുടെ ടോംബ്, ഇതൊക്കെ ഏതിൽ വരുന്നതാണ് ഈ ഒരു ഫത്തേപൂർ സിക്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഈ ഫത്തേപൂർ സിക്രി പണിതാരാണ് അക്ബർ. അപ്പൊ കുറെ നാളെന്താണ് ഈ ഒരു ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റലായിട്ട് ഫത്തേപൂർ സിക്രി എന്താണ് നിന്നിരുന്നു. പിന്നീട് എന്താണ് ഫത്തേപൂർ സിക്രി മുന്നോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ ഫത്തേപൂർ സിക്രി വലിയൊരു പ്രോബ്ലം ഫേസ് ചെയ്ത്, അതാണ് വാട്ടർ ഷോർട്ടേജ്, വെള്ളമില്ലാത്ത അവസ്ഥ. ആ വാട്ടർ ഷോർട്ടേജ് വന്നുകൊണ്ട് എന്താണ് ഫത്തേപൂർ സിക്രിന്ന് ക്യാപിറ്റൽ പിന്നീട് ഡൽഹിയിലേക്ക് മാറ്റിയായിരുന്നു. ഇത് ആഗ്ര ഫോർട്ടാണ്. ഇപ്പൊ റിലീജിയസ് വ്യൂസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്താണ് ഹിന്ദുസുമായിട്ട് ഒരു ബെറ്റർ റിലേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദുസിന്റെ മേലുള്ള നോൺ മുസ്ലിംസിന്റെ മേലുള്ള ടാക്സസ് ആയിട്ടുള്ള ജിസിയ അദ്ദേഹം എന്താണ് 1564 എടുത്തു കളയുകയും പിൽഗ്രിമേജ് ടാക്സ് 1563 എടുത്തു കളയും. അതുപോലെ എന്താണ് എല്ലാ മതക്കാർക്കും ഒരുമിച്ച് വന്ന കാര്യങ്ങൾ പ്രെയർ ചെയ്യാനും അല്ലെങ്കിൽ എല്ലാ മതസ്ഥരെയും എല്ലാ മതങ്ങളിൽ നിന്നുള്ള എന്താണ് വിശിഷ്ട അതിഥികളെ ക്ഷണിച്ച് അദ്ദേഹം നടത്തുന്ന മീറ്റിംഗ് നടത്തുന്ന സ്ഥലമാണ് ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്. ഇബാദത്ത് ഖാന അല്ലെങ്കിൽ ഹോൾ ഓഫ് പ്രേയേഴ്സ് എന്ന് പറയും. അതും ഫത്തേപൂർ സിക്രിയിലാണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ മതത്തിൽ നിന്നുള്ള പുരോഹിതന്മാർ വന്ന് പങ്കെടുത്തിരുന്നെന്നാണ് കരുതപ്പെടുന്നത്. ഇനി ഇദ്ദേഹം എന്താണ് ഒരു ഹിന്ദുയിസം അല്ല, മുസ്ലിംസ് അല്ല, ക്രിസ്ത്യാനിറ്റി അല്ല, അതല്ലാതെ അദ്ദേഹം എന്താണ് സെപ്പറേറ്റ് ഒരു മതം ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ദിന്നൈ ഇലാഹി. ഇപ്പൊ അക്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്ത മതം ഏതാണ്? ദിന്നൈ ഇലാഹി, യൂണിവേഴ്സൽ പീസ്, അതായത് സമാധാനമൊക്കെ ബേസ് ചെയ്ത് അക്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മതമാണ് എന്തെന്ന് പറയുന്നത് ദിന്നൈ ഇലാഹി. അപ്പം അക്ബർ എന്താണ് പല മതങ്ങൾ വേണ്ട, ഒറ്റ മതം മതി. അതായത് ഒരു മതമാണോ എന്ന് വെച്ചാൽ അതല്ല, അതൊരു വിശ്വാസം. അക്ബർ കൊണ്ടുവന്ന ഒരു വിശ്വാസമാണ് എന്ത് ദിന്നൈ ഇലാഹി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ അക്ബറിന്റെ ലിറ്ററേച്ചർ ആണ്. അപ്പൊ അക്ബറിന്റെ ബയോഗ്രഫി എന്ന് പറയുന്നത് അക്ബർ നാമയാണ്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ 9 ജുവൽസിൽ ഒരാളായ അബുൾ ഫാസിലാണ് ഇത് എഴുതുന്നത്. 3 വോളിയംസ് ആയിട്ടാണ് അക്ബർ നാമ വരുന്നത്. ആദ്യത്തെ വോളിയത്തിന്റെ അകത്ത്, ഫസ്റ്റ് വോളിയം, സെക്കൻഡ്, തേർഡ്, ആദ്യത്തെ വോളിയത്തിന്റെ അകത്ത് അക്ബറിന്റെ അക്ബറിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാരെ പറ്റിയും, രണ്ടാമത്തെ വോളിയത്തിന്റെ അകത്ത് അക്ബറിന്റെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യം, മൂന്നാമത്തെ വോളിയം സെപ്പറേറ്റ് ഒരു ബുക്കായിട്ടാണ് നമ്മൾ പറയുന്നത് ഐന-ഇ അക്ബരി. ആ ബുക്കിന്റെ അകത്ത് അക്ബറിന്റെ അഡ്മിനിസ്ട്രേഷൻ, ആർമി, അങ്ങനെ അക്ബറിന്റെ കാലഘട്ടത്തിൽ നടന്ന മൊത്തം കാര്യങ്ങളുമാണ് ഏതിൽ പറയുന്നത് ഐന-ഇ അക്ബരി. ചിലപ്പോൾ ഐന-ഇ അക്ബരി എന്ന് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. ഐന-ഇ അക്ബരി ആണെങ്കിലും അക്ബർ നാമയാണെങ്കിലും ആരാണ് എഴുതിയത്? അബുൾ ഫാസിലാണ് എഴുതിയത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അക്ബറിന്റെ കാലഘട്ടത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ അക്ബറിന്റെ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ പോയിന്റ്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ 3 രാജാക്കന്മാരെയാണ് മുകളിൽ നോക്കിയത്. ആരൊക്കെയാണ്? ബാബർ, ഹുമയൂണിന്റെ കാലഘട്ടത്തിൽ കുറച്ച് നാൾ ആര് ഭരിച്ചു? ഷേർഷാ സൂരി ഭരിച്ചു. അതിനുശേഷം ആരാണ്? അക്ബർ. ഇനിയുള്ള 3 രാജാക്കന്മാരെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പൊ അക്ബറിന് ശേഷം എങ്ങനെയാണ് അടുത്ത ജഹാംഗീർ രാജാവായത്, ജഹാംഗീറിന്റെ രാജഭരണം എങ്ങനെയാണ്, ഔറംഗസേബോടെ എങ്ങനെയാണ് ഈ ഒരു ഡൈനാസ്റ്റി നശിച്ചേ, അതൊക്കെ നമുക്ക് അടുത്തടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ 3 രാജാക്കന്മാരുടെയും പോയിന്റ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.